ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഹരി ഓം. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ച അർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാം. ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. കസ്മൈ യേന വിഭാസിതോയമതുലോ ജ്ഞാനപ്രദീപഃ പുരാ തദ്രൂപേണ ച നാരദായ മുനയേ കൃഷ്ണായ തദ്രൂപിണാം. യോഗീന്ദ്രായ തദാത്മനാഥ ഭഗവദ്രാതായ കാരുണ്യതഃ. തച്ഛുദ്ധം വിമലം വിശോകമമൃതം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്झितകൈതവോത്ര പരമോ നിർമത്സരാണാം. സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈഃ. ഈശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യത്തെ ത്രകൃതിഭിः ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവസംയുതം. പിബത ഭാഗവതം രസം ആലയം മുഹുരഹോ രസികാഃ ഭുവി ഭാവുകാഃ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപം അതിതിതീർഷതാം തമോന്ധം സംസാരിണാം. കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ജാനകീകാന്തസ്മരണം. ഹര നമഃ പാർവതീപതയേ. ശ്രീമദ് ഭാഗവതത്തിൽ ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന വിഷയം ഏകാദശ സ്കന്ധം ആണ്. ഏകാദശ സ്കന്ധത്തിൽ എവിടെയാണ് പറയേണ്ടത്, എന്താ പറയേണ്ടത്, അങ്ങനെ പറഞ്ഞില്ല. സ്വാമി ഇങ്ങനെയാ തോന്നണമെന്ന് വെച്ചാൽ സ്വാമി പറഞ്ഞോളാന്ന് പറഞ്ഞു. ഏകാദശ സ്കന്ധം ഒരു സമുദ്രമാണ്. യേതദ് ആനന്ദസമുദ്രസംഭൃതം ജ്ഞാനാമൃതം ഭാഗവതായ ഭാഷിതം. കൃഷ്ണേന യോഗേശ്വരസേവിതാംഘ്രിണാ സശ്രദ്ധയാ സേവ്യ ജഗദ്വിമുച്യത്തെ. ആനന്ദസമുദ്രസംഭൃതം ജ്ഞാനാമൃതം ഭാഗവതായ ഭാഷിതം. ഇതാണ് ഏകാദശ സ്കന്ധത്തിന് കൊടുത്തിരിക്കുന്ന വിശേഷണം. ആനന്ദസമുദ്രമാണെന്നാണ്, ആനന്ദക്കടൽ. എന്താ ഇപ്പോൾ ആനന്ദത്തിന് ഹേതു എന്ന് വെച്ചാൽ ജ്ഞാനാമൃതം. ജ്ഞാനമാകുന്ന അമൃതമാണ് അതിനകത്ത് മുഴുവൻ ഇരിക്കുന്നത്. ഭഗവത്ഗീതയിൽ അങ്ങനെയാണ്. അത് ആർക്ക് പറഞ്ഞു കൊടുത്തു? പാർത്ഥായ പ്രതിബോധിതാം.
പാർത്ഥനായിക്കൊണ്ട് പറഞ്ഞു കൊടുത്തു അർജുനൻ. ഇവിടെ ഉദ്ധവർക്കല്ലേ പറഞ്ഞത് ഭാഗവതായ ഭാഷിതം. അവിടെ സഖാ സഖ്യുരബ്രവീത്, സഖാ സഖായമബ്രവീത് എന്നാണ്. ഇവിടെ ഭാഗവതായ ഭാഷിതം, പരമഭാഗവതനായ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുത്തു. പേര് പോലും പറഞ്ഞില്ല, ഭാഗവത, പരമഭക്തന് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ഒരുപാട് വ്യത്യാസങ്ങൾ കാണും ഭഗവത്ഗീതയിലും ഉദ്ധവഗീതയിലും. മുഖ്യമായ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അർജുനൻ പറഞ്ഞു, ഞാൻ സന്യാസം എടുക്കാൻ പോവാണ്, എടുക്കട്ടെ, എല്ലാം ഉപേക്ഷിക്കട്ടെ, ഈ കർമ്മം, ഘോരകർമ്മം ചെയ്യണതിനേക്കാളും നല്ലതെല്ലാം വിട്ടേക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, യദ്യ അഹങ്കാരമാശ്രിത്യ നയോത്സ്യ ഇതി മന്യസേ മിഥ്യൈഷ വ്യവസായസ്തേ പ്രകൃതിസ്ത്വാം നിയോക്ഷ്യതി. അഹങ്കാരം കൊണ്ട് ഞാൻ ചെയ്യില്ല എന്ന് നീ വിചാരിക്കുകയാണെങ്കിൽ പ്രകൃതി നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. സ്വഭാവജേന കൗന്തേയ നിബദ്ധസ്വേന കർമ്മണ കർത്തും നേച്ഛസി യന്മോഹാത് കരിഷ്യസി അവശോപിതത്. സ്വഭാവം കൊണ്ട് നീ ബദ്ധനാണ്. ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറയാം, പക്ഷെ ചെയ്യാതിരിക്കാനൊന്നും പറ്റില്ല, കർമ്മം ചെയ്യാതിരിക്കാനൊന്നും പറ്റില്ല. നിൻ്റെ കയ്യിലില്ല അത്. നിനക്കതിൽ ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് കർമ്മണിയേവ അധികാരസ്തേ, കർമ്മത്തിലാണ് നിനക്ക് അധികാരം. ഇപ്പം തൽക്കാലം ജ്ഞാനത്തിന് അധികാരമില്ല എന്ന് തന്നെ ശങ്കരാചാര്യർ ഭാഷ്യത്തിൽ ചേർത്തു. ജ്ഞാനേ, അതേ ഭഗവാൻ, അതേ ആളാണ്, അതേ ടീച്ചറാണ്. ഉദ്ധവരോട് പറയുമ്പോൾ പറഞ്ഞു, കർമ്മം ചെയ്യണമെന്ന് തോന്നിയാലും കേൾക്കരുത് എന്നാണ്. കർമ്മം നാദ്രിയേത് കർമ്മചോദനാം, കർമ്മം ചെയ്യണമെന്നൊക്കെ ചിലപ്പോൾ തോന്നിയാൽ പോലും ചെയ്യരുത്. നാദ്രിയേത് കർമ്മചേതനാം തെക്വാ സർവാണി കർമാണി. അതാണ് ഭട്ടതിരി നാരായണീയത്തിൽ പറഞ്ഞു, ഭഗവാനെ ഇങ്ങനെ പറഞ്ഞുവല്ലോ, എല്ലാവരെ കൊണ്ടും പറ്റുമോ എന്നൊക്കെ ചോദിച്ചത്. അല്ല, എല്ലാവർക്കും പറഞ്ഞതല്ല, ഭാഗവതായ ഭാഷിതം അല്ലേ. ബന്ധുസ്നേഹം വിജഹ്യാം തവ ഹി കരുണയാം ത്വയ്യുപാവേശിതാത്മാ സർവം ത്യക്ത്വാ ചരേയം സകലമപി ജഗദ്വീക്ഷ്യ മായാവിലാസം നാനാത്വാത് ഭ്രാന്തിജന്യാത് സതി ഖലു ഗുണദോഷാവബോധേ വിധിർവാം വ്യാസേധോ വാ കഥം തൗ ത്വയി നിഹിതമതേഃ വീതവൈഷമ്യബുദ്ധേഃ. ബന്ധുസ്നേഹം വിജഹ്യാം, ബന്ധുക്കളോടുള്ള അറ്റാച്ച്മെൻ്റൊക്കെ എങ്ങനെ വിടും? അപ്പോൾ ഭട്ടതിരി പറഞ്ഞു, ഞാൻ അവിടുത്തെ കൃപ കൊണ്ട് ആ സ്ഥിതിയിലേക്ക് വരട്ടെ. ഉദ്ധവനോട് ഭഗവാൻ പറയാണ്, ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയ്യാവേശ്യ മനസ്സമ്യക് സമദൃഗ് വിചരസ്വഗാം. സന്യാസ ഉപദേശമാണ്. എല്ലാം ഉപേക്ഷിച്ച്, അല്പം പോലും കോംപ്രമൈസ് ഇല്ല, എല്ലാം ഉപേക്ഷിച്ച്. ഉദ്ധവനോട് പറയണത് ഭഗവാൻ ഉദ്ധവനെ ഒന്ന് കെട്ടിപ്പിടിച്ചു അത്ര കൃഷ്ണൻ. അപ്പോൾ ഏകാദശ സ്കന്ധം മറാഠി ഭാഷയിൽ ആക്കിയ ഏകനാഥസ്വാമി പറഞ്ഞു, 2 കൈയുള്ള കൃഷ്ണന് അപ്പം മാത്രം 4 കൈ വന്നു എന്നാണ്. ആ ഭാഗവതനെ അങ്ങനെ പിടിക്കാനായിട്ട്. എന്നിട്ട് പറഞ്ഞു, തന്നെ എനിക്ക് എത്ര ഇഷ്ടം അറിയോ? ന തഥാ മേ പ്രിയതമഃ ആത്മയോനിർന ശങ്കരഃ. എനിക്ക് ബ്രഹ്മാവിനോട് പോലും അത്ര പ്രിയമില്ല, ശിവനോട് പോലും അത്ര പ്രിയമില്ല. ന സംഘർഷണ, സംഘർഷണനോട് പോലും, ബലരാമനോട് പോലും ഇല്ല. എന്തിനു പറയണു? ന ശ്രീഹി, മഹാലക്ഷ്മിയോട് പോലും ഇല്ല. ന ച ആത്മാ, എനിക്ക് എന്നോട് തന്നെ അത്ര പ്രിയമില്ല. യഥാ ഭവാൻ, തന്നോടുള്ള അത്ര പ്രിയം. എന്തു കാരണം? ത്വം ച ഭാഗവതേഷു അഹം, ഭാഗവതന്മാരിൽ നീ വേറെയല്ല, ഞാൻ വേറെയല്ല, ഞാൻ തന്നെയാണ് നീ. ഇത്രയൊക്കെ പറയുമ്പോൾ തന്നെ ഇതിന് പുറകിൽ എന്തോ കാര്യമുണ്ട്. നിന്നെ വളരെ ഇഷ്ടമാണ്,
നിന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ്, എല്ലാവരെക്കാളും ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ എന്തോ കാര്യമുണ്ട്. എന്തിനാ ഇപ്പോൾ ഈ സോപ്പ് ഇടണതെന്ന് വെച്ചാൽ, അതുകൊണ്ട് ആർക്കും തരാത്ത അനുഗ്രഹം തനിക്ക് ഞാൻ തരാൻ പോവാണ്. എന്താണ്? ആളെ പാപ്പറാക്കുക എന്നുവെച്ചാൽ ഒന്നും ഇല്ലാതാക്കുക എന്നർത്ഥം. നീ സർവവും വിട്ടിട്ട് ഒരു കാര്യം ഞാൻ പറയാം, തനിക്ക് നല്ലതായിട്ടുള്ള ഒരു കാര്യം പറയാം ഞാൻ. എന്താണെന്ന് വെച്ചാൽ, ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു, എല്ലാവരോടുള്ള പറ്റും ആസക്തിയൊക്കെ വിട്ട്, മൈ ആവേശ്യമനഃ സമ്യക്, എന്നിൽ തന്നെ മനസ്സും ബുദ്ധിയൊക്കെ വെച്ചുകൊണ്ട്, സമദൃക് വിചരസ്വകാം, സമദർശിയായിട്ട് ഈ ഭൂമിയിൽ ജീവൻ മുക്തനായിട്ട്, സർവഭൂത സുഹൃത്ത്, ശാന്ത ജ്ഞാനവിജ്ഞാന നിശ്ചയ, പശ്യൻ മദാത്മകം വിശ്വം ന വിപദ്യേത വൈ പുനഃ. സർവഭൂത സുഹൃത്തും എല്ലാവർക്കും ഫ്രണ്ട് എന്നാണ്. എന്നുവെച്ചാൽ ആർക്കും പറ്റും അങ്ങനെ? എല്ലാവർക്കും ഫ്രണ്ടായിട്ട് ഒരാൾക്കേ പറ്റുള്ളൂ, ഒന്നുമില്ലാത്ത ആൾക്ക്. അകിഞ്ചനഹ എന്നാണ്. എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോവോ ഉപദ്രവിക്കുകയോ എന്തെങ്കിലും ചെയ്യുമോ ഒക്കെ തോന്നും. ഒന്നുമില്ലെങ്കിൽ എവിടെ വേണമെങ്കിൽ പോയിരിക്കുക, എല്ലാവരുടെയും ഫ്രണ്ടാണ്, നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല, സർവസ്വതന്ത്രനാണ്. അതുകൊണ്ട് സമദർശിയായിട്ട് സഞ്ചരിക്കൂ ഉദ്ധവ. ഇതാണ് ആശീർവാദം. ഇതിനാണ് ഇത്രയധികം പൂർവ്വപീഠിക. ബ്രഹ്മാവില്ല, ശിവനില്ല, മഹാലക്ഷ്മി ഇല്ല എന്നൊക്കെ പറഞ്ഞ് തള്ളിയത്. ഞാനും ഇല്ല എന്ന് പറഞ്ഞ് എന്നെയും കൂട്ടണ്ട കേട്ടോ, എന്നെയും കൂട്ടണ്ട, അങ്ങോട്ട് ബദ്രിയിലേക്ക് പോയിക്കൊള്ളുക എന്നൊക്കെ ഉദ്ധവനോട് പറയണത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ പോകണമെങ്കിൽ എന്ത് വേണം? ഒരു ജ്ഞാനോപദേശം വേണം. സന്യാസം എന്ന് പറഞ്ഞ് ജ്ഞാനോപദേശം ഇല്ലെങ്കിൽ ആ സന്യാസം പ്രയോജനമില്ല. അതുകൊണ്ട് അതിന് പടിപടിയായി കർമ്മവിശുദ്ധി, ചിത്തശുദ്ധി വന്ന് ലോകത്തിലുള്ളതൊക്കെ നശ്വരമാണ്, വാസ്തവമല്ല എന്ന് അറിഞ്ഞ് ഇയാൾ തസ്മാത് ഗുരും പ്രപദ്യേത ജിജ്ഞാസുഹു ശ്രേയമുത്തമം ശാബ്ദേ പരേച്ച നിഷ്ണാതം ബ്രഹ്മണി ഉപശമാശ്രയം. ശബ്ദജ്ഞാനം ഉണ്ടാവണം എന്നാണ്. എന്നുവെച്ചാൽ ശ്രുതിജ്ഞാനം ഉണ്ടാവണം. ഉപനിഷത്ത് പറയണ വിഷയം എന്താണെന്ന് അറിയണം. ഉപനിഷത്ത് അറിഞ്ഞാൽ മാത്രം പോരാ, ബ്രഹ്മനിഷ്ഠനായിട്ടിരിക്കണം, ആത്മനിഷ്ഠനായിട്ടിരിക്കണം, സ്വരൂപജ്ഞാനനിഷ്ഠനായിട്ടിരിക്കണം, സമാധിസ്ഥിതനായിട്ടിരിക്കണം. അതാണ് ബ്രഹ്മണി ഉപസമാശ്രയം. അങ്ങനെ ഇരിക്കുന്ന ആ ഗുരുവിനെ ചെന്ന് ആശ്രയിക്കാം. അവിടെ ചെന്ന് ഭാഗവതധർമ്മം പഠിക്കൂ. വേദാന്ത വിഷയങ്ങളും ഭക്തി ഉപാസനയുടെ വിഷയങ്ങളും ഒക്കെ അറിയാം. ഗുരുവിന് സേവ ചെയ്യുക, കൈങ്കര്യം ചെയ്യുക. ഗുരുവിനോട് സംഘം, സജ്ജനങ്ങളോട് സംഘം വയ്ക്കുക. ലൗകിക വിഷയങ്ങളോട് അസംഗം വയ്ക്കുക. മനസ്സിനോട് അസംഗം വയ്ക്കുക. നല്ല ഉപദേശമാണ്. സർവതഃ മനസ്സഃ അസംഗം ആദൗ സംഘം ച സാധുഷു. പുറമേക്ക് മനസ്സ് അസംഗമായിട്ടിരിക്കട്ടെ, ഒന്നിനോടും പറ്റിക്കൂടരുത്. അതൊരർത്ഥം. മറ്റൊരർത്ഥം എന്താ അറിയോ? മനസ്സ് പലതും പറയും, ആ മനസ്സിനോട് തന്നെ അസംഗമായിട്ടിരിക്കുക എന്നാണ്. എന്നുവെച്ചാൽ മനസ്സ് എന്തൊക്കെ പറഞ്ഞാലും മനസ്സിൽ നിന്ന് ഇത് വെറും ചിത്തവൃത്തികളാണ്. പല ആഗ്രഹങ്ങൾ തോന്നും, അതിനനുസരിച്ചൊന്നും ഓടി നടക്കരുതെന്നാണ്. മനസ്സിൻ്റെ ചിത്തവൃത്തികൾ, മനസ്സിൽ വരുന്ന വൃത്തികളെയൊക്കെ സാക്ഷി മാത്രമായിട്ട് കാണുക. മനസ്സിനോടും പറ്റിക്കൂടരുത്, മനസ്സ് മറ്റു വിഷയങ്ങളോടും പറ്റിക്കൂടരുത്. അസംഗമായിട്ടിരിക്കാനായിട്ട് ശീലിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് ഈ ഉപദേശങ്ങളൊക്കെ കൊടുത്തു. അവിടെ ചെന്ന് ഭാഗവതധർമ്മം അറിയുക. എന്നിട്ട് പരസ്പരം മറ്റു ഭക്തന്മാരുമായിട്ട് പറഞ്ഞ് രസിക്കുക. പരസ്പരാനുകഥനം പാവനം ഭഗവദ്യശഃ മിഥോരതി മിഥസ്തുഷ്ടി നിവൃത്തി മിഥ ആത്മനഃ സ്മരന്ത സ്മാരയന്തശ്ച. നമ്മൾ തനിച്ചിരുന്ന് ഭഗവത് സ്മരണം ചെയ്യുന്നു. വേറെ ഒരാളോട് പറയുമ്പോൾ അവരെ സ്മരിക്കാനായിട്ട് അവർക്ക് പ്രചോദനം നൽകുന്നു, സ്മരിപ്പിക്കുന്നു. ഇങ്ങനെ സ്വയം ഒരു സമാധി സുഖം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു സമാധി സുഖം,
അങ്ങനെ സ്മരന്ത സ്മാരയന്തശ്ച മിഥഃ അഘൗഗഹരം. അഘം എന്ന് വെച്ചാൽ പാപം. രണ്ടുപേർ ചേർന്ന് കഴിഞ്ഞാൽ ലോകവർത്തമാനം വരും. എന്തെങ്കിലുമൊക്കെ ഒരു വികാരങ്ങളുണ്ടാവും, അത് നോക്ക് പാപം വരും. അത് നിവർത്തിപ്പിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ വീട്ടിൽ വന്നാൽ വാണി ഗുണാനുകഥനേ ശ്രവണൗ കഥായാം. ചില മഹാപുരുഷന്മാർ അങ്ങനെ ശീലിച്ചിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ വീട്ടിലേക്ക് വന്നാൽ അപ്പോൾ ഭാഗവതം എടുത്തിട്ട് നമുക്ക് ഇന്ന് ഈ അധ്യായം നോക്കാം, ഇരിക്കും, വേറെ ഒന്നും പറയരുത്. ഒന്നിൽ അവർ പിന്നെ വരികയില്ല. ചിലരെ ഓടിച്ചു വിടാൻ നല്ല വഴി ഇതാണ്. വന്ന ഉടനെ നാരായണീയം ഭാഗവതം പുസ്തകം തുറന്ന് എവിടുന്ന് വരണമെന്ന് ചോദിക്കാൻ പാടില്ല, എന്താ പേരെന്ന് ചോദിക്കാൻ പാടില്ല. ഭഗവത് കഥകൾ പറയുന്നു, ഭഗവത് വിഷയങ്ങൾ പറയുന്നു, നീയേ ഞാൻ എന്നുള്ള വർത്തമാനമേ ഇല്ല. ചില മഹാപുരുഷന്മാർ അങ്ങനെ അഭ്യസിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ പലരുടെയും ജീവിതത്തിൽ കാണാം നമുക്ക്. ഒരു വന്ന് ഇരുന്ന് നമസ്കരിച്ച അപ്പം എടുത്തിട്ട് ഒരു ശ്ലോകം എന്തെങ്കിലുമൊക്കെ ഉണ്ട്, വേറെ ഒന്നുമില്ല. എവിടുന്ന് വരണു? കോട്ടയത്ത് എവിടെയാ? ഇന്ന സ്ഥലം, അടുത്ത വീട്ടിലെ ആളെ എനിക്കറിയും, അയാൾ ഇന്നത് ചെയ്തു, ഇല്ലേ? ഇങ്ങനെയല്ലേ പോവാ. അപ്പം ഇങ്ങനത്തെ വർത്തമാനങ്ങളൊന്നും ഇല്ലാതെ കഴിച്ചു കൂട്ടണമെങ്കിൽ വന്ന് കണ്ടതും ഭഗവത് ഗുണങ്ങൾ പറഞ്ഞു. കഥയന്തശമാം നിത്യം തുഷ്യന്തിച്ച് രവന്തിച്ച്. അപ്പോൾ നല്ല ഭക്തന്മാരാണെങ്കിൽ അവർ ഓടി ഓടി വരും, വീണ്ടും വീണ്ടും കേൾക്കാനായിട്ട് വരും. പ്രത്യേകിച്ച് വയസ്സായവരാകുമ്പോൾ ഇതൊന്ന് ശീലിക്കണം. ഇത്തിരി ഒന്ന് ശീലിച്ചാൽ ആര് വന്നാലും, പേരക്കുട്ടികൾ വന്നാൽ വരൂ, ഒരു കഥ പറഞ്ഞു തരാം. വന്നിട്ടില്ലെങ്കിൽ പോട്ടെ, അവരുടെ സംസ്കാരം അത്രയേ ഉള്ളൂ. അപ്പം എന്താണെന്ന് വെച്ചാൽ കുറേ കഴിയുമ്പോൾ ഈ സമാന സംസ്കാരമുള്ള ആരെങ്കിലുമൊക്കെ കിട്ടും, അവർ തുടർന്ന് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിരന്തര സത്സംഗം കിട്ടും. വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിരന്തര സത്സംഗം കിട്ടും. ആരെങ്കിലുമൊക്കെ ഭഗവാൻ കൊണ്ടുവന്ന് തരും. നമ്മൾ ഈ വാണീ ഗുണാനുകഥനെ എന്ന് ശീലിച്ചാൽ മതി. ആരെങ്കിലുമൊക്കെ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയൂ, എന്തെങ്കിലും പറയൂ എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ ഇരുന്ന് ഭാഗവതം നോക്കാമെന്ന് പറയും, ഗീത നോക്കാം, ആരെങ്കിലും വരും. അങ്ങനെ വീട്ടുകാരും സമാധാനത്തോടെ ഇരിക്കും. എന്താണെന്ന് വെച്ചാൽ ഒന്നും പറയില്ലല്ലോ. അല്ലെങ്കിൽ ഈ വീട്ടിലെ ഈ വയസ്സായ ആളുകൾ, അവരെ കൊണ്ടൊന്നും പറ്റില്ല, പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, തീയില്ലാതെ പുകഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് വിളിച്ചാൽ പോലും പിള്ളേരാരും അടുത്തേക്ക് വരില്ല. അങ്ങനെ ഒരു ഗതിയേ വരില്ല ഇങ്ങനെ ശീലിച്ചാൽ. അങ്ങനെ നമുക്കൊരു ഭാവം ഭക്തിയൊന്നും വന്നിട്ടില്ലെങ്കിലും പാരായണം എന്നൊന്ന് വയ്ക്കുക, സത്സംഗം, അങ്ങനെ. അപ്പോൾ ഇങ്ങനെ ശീലിച്ചാൽ മനസ്സിന് ശാന്തി ഉണ്ടാവും. അതാണ് മിഥഃ. രണ്ടുപേർ ചേർന്ന് കഴിഞ്ഞാൽ ഭഗവത് ഗുണങ്ങളിങ്ങനെ പറയുന്നു. അങ്ങനെ ഭക്തിയാ, ഇതൊരു ഭക്തിയാണ്, സാധനാഭക്തി. ഈ സാധനാഭക്തിയുടെ ഫലമായിട്ട് സഞ്ജാതയാ ഭക്തിയാ, കുറച്ച് വലിയ ഭക്തി വരും, പരാഭക്തി. ഭക്തിയാ സഞ്ജാതയാ ഭക്തിയാ ബിഭ്രതി ഉത്പുളകാം തനും. ശരീരത്തിൽ രോമാഞ്ചം ഉണ്ടാവും, ആനന്ദാശ്രു ഉണ്ടാവും, മനസ്സിൽ സന്തോഷം ഉണ്ടാവും, തൃപ്തി ഉണ്ടാവും. ഇതൊക്കെ പറഞ്ഞ് നാരായണപരനായിട്ടുള്ള ഈ ഭക്തൻ വളരെ എളുപ്പത്തിൽ മായയെ കടന്നു പോകുന്നു എന്ന് പ്രബുദ്ധയോഗീശ്വരൻ പറഞ്ഞു. പ്രബുദ്ധൻ എന്ന് വെച്ചാൽ ഉണർന്നവൻ എന്നർത്ഥം. മായാസ്വപ്നത്തിൽ നിന്നും ഉണർന്നവൻ. ബുദ്ധൻ എന്ന് പറയുന്നതിന് ഒരു പ്ര ചേർത്തു, അത്രയേ ഉള്ളൂ. ബുദ്ധന് മായാസ്വപ്നത്തിൽ നിന്ന് ഉണർന്ന ആളാണ് ബുദ്ധൻ. ഇത് ബുദ്ധൻ എന്ന് പറയുന്നത് ബുദ്ധൻ്റെ പേരല്ല, ജ്ഞാനിക്കൊരു പേരാണത്. ഗൗഡപാദകാരികയിലൊക്കെ ഗൗഡപാദാചാര്യർ ജ്ഞാനിക്ക് ബുദ്ധൻ എന്ന് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ബുദ്ധൻ ആ വാക്ക് ഉപയോഗിച്ചു, അത്രയേ ഉള്ളൂ. ഗയയിൽ നിന്ന് വരുമ്പോൾ ബുദ്ധൻ്റെ തേജസ് കണ്ടിട്ട് ഒരു കൊച്ചുകുട്ടി ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? ഇന്ദ്രനാണോ എന്ന് ചോദിക്കുകയാണ്. അല്ല, നിങ്ങൾ ഏതെങ്കിലും ദേവതയാണോ, വരുണനാണോ, അഗ്നിയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ബുദ്ധൻ്റെ അടുത്ത്. ഞാൻ ബുദ്ധനാണ് എന്നുവെച്ചാൽ ഞാൻ ഉറക്കം വിട്ടു ഉണർന്നിരിക്കണു എന്നർത്ഥം. മായയുടെ സ്വപ്നത്തിൽ നിന്നും ഞാൻ ഉണർന്നിരിക്കുന്നു, സത്യം അറിഞ്ഞിരിക്കുന്നു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ പ്രബുദ്ധൻ എന്ന യോഗീശ്വരൻ, സത്യം അറിഞ്ഞ യോഗി. ആ യോഗി പറയുകയാണ്, ഇതി ഭാഗവതാന് ധർമാന്
ഇങ്ങനെ ആനന്ദമാണ്. ആരംഭം മുതൽ ഭഗവത് കഥകൾ പറഞ്ഞും നാമജപം ചെയ്തും കീർത്തനം ചെയ്തും രസിച്ചും ക്വചിദ്രുതതി വൈകുണ്ഠചിന്ത ക്വചിദ്രുതതി അച്യുത ചിന്തയാ ക്വചിത് ഹസന്തി നന്ദന്തി വദന്തി അലൗകികാഃ നൃത്യന്തി ഗായന്തി അനുശീലയന്തി അജം ഭവന്തി തൂഷ്ണീം പരമേത്യ നിർവൃതാഃ ക്വചിദ്രുതതി രുദന്തി. ചിലപ്പോഴൊക്കെ കണ്ണീർ വരും. ഹൃദയത്തിൽ ഭഗവത് ഭാവം വന്നിട്ട് ചിലപ്പോൾ കണ്ണീർ വരും. ആനന്ദ കണ്ണീർ വരുമ്പോൾ രാമകൃഷ്ണ പരമഹംസർ പറയും കണ്ണിൻ്റെ അറ്റത്ത് കൂടെ വരും അത്രയും. ദുഃഖം കൊണ്ട് വരുമ്പോൾ ഇനി വേണമെങ്കിൽ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ദുഃഖം കൊണ്ട് വരുമ്പോൾ കണ്ണീര് മൂക്കിൻ്റെ അടുത്ത് കൂടെ വരും എന്നാണ്. ഈ ദുഃഖം കൊണ്ട് വരുന്ന കണ്ണീരിന് ഇത്തിരി ഉപ്പിൻ്റെ സ്വാദുണ്ടാവും. ഒന്ന് വേണമെങ്കിൽ കുടിച്ച് നോക്കിക്കോളാം. അത് ചിലപ്പോൾ വായിൽ പോകുമ്പോൾ അറിയാം. ആനന്ദക്കണ്ണീർ വാസ്തവത്തിൽ ബ്രഹ്മാനന്ദത്തിൽ അശ്രു വീഴുമ്പോൾ അതിനൊരു അലൗകിക സ്വാദുണ്ടാവും അത്രേ. അതിപ്പോൾ അത്ര എളുപ്പത്തിൽ നോക്കാൻ പറ്റില്ല, അത് വന്നാലേ അറിയുള്ളൂ അല്ലേ. അപ്പോൾ കാട്ടിലിരിക്കുന്ന കുരുവികളൊക്കെ മടിയിലിരുന്ന് യോഗിയുടെ കണ്ണിൽ നിന്ന് വീഴുന്ന ആനന്ദാശ്രുവിനെ കുടിക്കണു എന്നാണ് ഭർതൃഹരി പറയണം. ധന്യാനാം ഗിരികന്ധരേഷു വസതാം ജ്യോതിഃപരം ധ്യായതാം ആനന്ദാശ്രുകണാൻ പിബന്തി ശകുനാഃ നിശങ്കമങ്കേശയാഃ. ഒരു പേടി കൂടാതെ മടിയിലിരുന്ന കുരുവികൾ ആ ആനന്ദക്കണ്ണീര് കുടിക്കാത്രേ. അപ്പം അങ്ങനെയൊക്കെ ഭക്തന്മാർ പരമേത്യ തുഷ്ണീം ഭവന്തി, നിശബ്ദം നിശ്ചലമായിട്ട് നിർവൃതാഃ. സത്സംഗത്വേ നിശ്ചലതത്വം. സത്സംഗത്വേ നിസ്സംഗത്വം പടിപടിയായി നിശ്ചലതത്വം. ആ നിശ്ചലതയാണ് ഭഗവത് തത്വം. ആ നിശ്ചലതയാണ് ആത്മസ്വരൂപം. ആ നിശ്ചലമായ നിർവികൽപ്പമായ സമാധിയിൽ ആത്മാവിനെ സാക്ഷാത്തായിട്ട് അപരോക്ഷമായിട്ട് യോഗി അറിയണം. ആ ആത്മവസ്തുവിനെ നാരായണൻ എന്ന് പേര് പറയും. രാജാവ് ചോദിച്ചു, നാരായണൻ എന്ന് പറയണു നമ്മൾ, ആരാണ് നാരായണൻ? എന്താണ് നാരായണൻ എന്താണ്, ആരാണ്? നാരായണാഭിധാനസ്യ ബ്രഹ്മണഃ പരമാത്മനഃ നിഷ്ഠാം അർഹതനോ വക്തും യൂയം ഹി ബ്രഹ്മവിത്തമാഃ. നിങ്ങൾ ബ്രഹ്മവിത്തമന്മാരാണല്ലോ, ബ്രഹ്മവിത്തുക്കളിൽ ശ്രേഷ്ഠരാണല്ലോ. നാരായണാഭിധാനസ്യ, നാരായണൻ എന്ന് പേര് പറഞ്ഞ് വിളിക്കുന്ന ആ ബ്രഹ്മം പരമാത്മാവ്, അതിൻ്റെ സ്വരൂപം എന്താണ്? അതിൻ്റെ നിഷ്ഠ എന്ന് വെച്ചാൽ സാക്ഷാത്കാരം വരുമ്പോൾ ഏതിലാണ് അവൻ നിഷ്ഠയാവുന്നത്? ആ രൂപത്തിലാണോ, നാരായണൻ്റെ രൂപത്തിലാണോ, ഭാവത്തിലാണോ, വികാരത്തിലാണോ, വർണ്ണത്തിലാണോ, എങ്ങനെയാണ് അതിൻ്റെ സ്വരൂപം? അപ്പോൾ പിപ്പലായനൻ എന്ന യോഗീശ്വരൻ, ആ പിപ്പലായനൻ എന്ന യോഗീശ്വരൻ പറയാണ്, സ്ഥിത്യുദ്ഭവ പ്രളയഹേതു അഹേതുരസ്യ യത് സ്വപ്നജാഗര സുഷുപ്തിഷു സദ്ബഹിശ്ച ദേഹേന്ദ്രിയാസു ഹൃദയാനി ചരന്തി യേന സഞ്ജീവിതാനി തദവേഹി പരം നരേന്ദ്ര. ജന്മാദ്യസ്യതഃ എന്ന ശ്ലോകം ഉണ്ടല്ലോ, അതിന് വ്യാഖ്യാനമാണ് ശ്ലോകം. നമ്മൾ ശ്രീധരി ടീക്ക നോക്കണ്ട, ഈ ശ്ലോകം നോക്കിയാൽ മതി. ഭാഗവത്തിൽ തന്നെ ഉണ്ട് വ്യാഖ്യാനം. ജന്മാദ്യസ്യതഃ എന്നുള്ള ശ്ലോകത്തിന് വ്യാസഭഗവാൻ തന്നെ തന്നിട്ടുള്ള വ്യാഖ്യാനമാണ് ഈ ശ്ലോകം. ജന്മാദ്യസ്യതഃ എന്നുള്ളത് വ്യാസസൂത്രമാണ്. ആ വ്യാസസൂത്രം ജന്മാദി അസ്യ ജഗതഃ യതഃ യസ്മാത് കാരണാത് ഭവതി. ജനിക്കുക, ഇരിക്കുക, ലയിക്കുക ഒക്കെ ഈ പ്രപഞ്ചം ഏതിൽ ചെയ്യുന്നു? ശ്രുതിവാക്യം എന്താണെന്ന് വെച്ചാൽ യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യത് പ്രയന്ത്യഭിസംവിശന്തി. ഏതൊന്നിലാണോ ഈ പ്രപഞ്ചം ഭൂതങ്ങളൊക്കെ ജനിക്കുന്നത്, ഏതൊന്നിൽ നിൽക്കുന്നു, ഏതൊന്നിൽ ലയിക്കുന്നു, തത് ബ്രഹ്മ. ഇതാണ് ഈ ശ്രുതിവാക്യത്തിനെ വെച്ചുകൊണ്ട് വ്യാസഭഗവാൻ ബാദരായണ സൂത്രമാണ് ജന്മാദ്യസ്യതഃ. അതിനാണ് ഇവിടെ അതേ കാര്യം പറഞ്ഞു. സ്ഥിതി ഉദ്ഭവ പ്രളയ ഹേതു. ഉദ്ഭവ, സ്ഥിതി, പ്രളയം. ഉദ്ഭവം ഉണ്ടാവുക, സ്ഥിതി ഇരുപ്പ്,
പ്രളയം, ലയം, ഇതിനൊക്കെ മൂലകാരണമായിട്ടുള്ള ആ വസ്തു ഏതൊന്നുണ്ടോ അതിനെ എവിടെ തരയും? പറയൂ. ഈ പ്രപഞ്ചം ഉദ്ഭവിച്ചു നിന്നു. ഇപ്പോൾ നമ്മൾ സയൻസൊക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? ഒരു ബിഗ് ബാങ് തിയറി. ആദ്യം ഒരു സ്ഫോടനമുണ്ടായി, ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായിരുന്നു. ശരി, അപ്പോൾ ഈ ദേശകാലങ്ങൾ എക്സ്പ്ലോഷന് മുമ്പ് ഉണ്ടായിരുന്നുവോ പിന്നെയാണോ വന്നത്? ചോദ്യം. ദേശകാലങ്ങൾ, ആകാശാദികൾ എക്സ്പ്ലോഷന് ശേഷമാണ് വന്നത്. അപ്പോൾ എവിടെ എക്സ്പ്ലോഷൻ ഉണ്ടായി? അടുത്ത ചോദ്യം അതാണ്. അപ്പോൾ ദേശകാലങ്ങൾ പിന്നെയാണ് വന്നതെങ്കിൽ ഈ സ്ഫോടനം എവിടെ ഉണ്ടായി? അവർ നല്ല ഉത്തരവാണ് പറയണം. അവർ പറഞ്ഞ എല്ലാ സ്ഥലത്തും ഉണ്ടായി എന്നാണ്. എല്ലാ സ്ഥലത്തും ഉണ്ടായെന്ന് വെച്ചാൽ സ്ഥലം എവിടെ? ഇവിടെ എന്ന് വെച്ചാലോ എന്നിലോ ഞാൻ അനുഭവത്തിൽ, അസ്തിത്വത്തിൽ. ബൃഹദാരണ്യത്തിൽ യാജ്ഞവൽക്യനോട് ചോദിക്കുന്നുണ്ട് മറ്റേ ഗാർഗി, ആകാശം എവിടെ നിൽക്കണമെന്ന് ചോദിച്ചു. ആദ്യം യാജ്ഞവൽക്യനൊന്ന് വരട്ടി വിട്ടു, വേണ്ടാത്ത ചോദ്യം ചോദിക്കരുത്, നീ പറഞ്ഞു. പിന്നെ എഴുന്നേറ്റെന്ന് അമ്മ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ആകാശം ഉണ്ടെന്ന് ആരാണോ അനുഭവിക്കണത് അവൻ്റെ അനുഭവത്തിൽ ആകാശം നിൽക്കണമെന്ന്. അപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരാദികളൊക്കെ എവിടെ ഉണ്ടായി? ശുദ്ധ ചൈതന്യത്തിൽ അതൊക്കെ തോന്നുന്നു. ചൈതന്യത്തിലാണ് ഇതൊക്കെ ഉദിക്കുകയും നിൽക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത്. ഇത് അപ്പോൾ എങ്ങനെ ചൈതന്യത്തിൽ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മളിൽ പിണ്ടാണ്ടത്തിൽ എന്തുണ്ടോ അത് ബ്രഹ്മാണ്ടത്തിലുണ്ട്. എന്നിൽ എന്തുണ്ടോ അതാണ് സർവത്ര. അപ്പം എന്നിൽ ജാഗ്രത്തിൽ ശരീരം, മനസ്സ്, പ്രപഞ്ചമൊക്കെ അറിയണു. സ്വപ്നത്തിൽ ശരീരമില്ല, മനസ്സ് മാത്രം സൃഷ്ടി ചെയ്യുന്നു. സുഷുപ്തിയിൽ ശരീരവുമില്ല, മനസ്സുമില്ല, ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ തോന്നലുമില്ല, ഒക്കെ ലയമായി. സ്വപ്നം പോലും ഇല്ലാത്ത ഉറക്കത്തിൽ. ഇതൊക്കെ ഇപ്പോൾ എന്തായി? എവിടെയോ പോയി അടങ്ങി. അപ്പോൾ ഉറക്കത്തിൽ എന്താ ഉള്ളത്? സുഷുപ്തിയിൽ ശൂന്യമാണോ? ബൗദ്ധന്മാരുടെ ഒരു വാദമാണ് ശൂന്യവാദം. ശൂന്യമാണോ? അശൂന്യം ശൂന്യകൽപ്പിതം എന്ന് ഭാഗവതം പറഞ്ഞു. അശൂന്യത്തിനെ ശൂന്യമെന്ന് പറഞ്ഞു എന്നാണ് അവർ. ബൗദ്ധന്മാർ വലിയ സിദ്ധാന്തം ഉണ്ടാക്കിയിട്ടുണ്ട്, ശൂന്യവാദം. എല്ലാം ശൂന്യം. ബുദ്ധൻ പറഞ്ഞ കാര്യമൊന്നുമല്ല, പിന്നാലെ വന്നു നാഗാർജുനനും വ്യാഖ്യാനം ചന്ദ്രകീർത്തിയും. ഇങ്ങനെ ബൗദ്ധന്മാർക്ക് വലിയ ആചാര്യന്മാരുണ്ട്, ഒരുപാട്. അപ്പോൾ അവർ ശൂന്യം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ശൂന്യവാദം. അപ്പോൾ അശൂന്യം ശൂന്യകൽപ്പിതം, ശൂന്യമൊന്നുമല്ല, സത്തയാണ്, എക്സിസ്റ്റൻസ്, സത്ത. ആ സത്തയാണ് യത് തത് സത് എന്നാണ്. ഓം തത് സത് അല്ലേ? ഓം തത് സദിതി ബ്രഹ്മണഃ നാമ. അപ്പോൾ ഓം തത് സത്. അപ്പോൾ ആ സത്താണ്. സ്ഥിതി ഉദ്ഭവ പ്രളയ ഹേതു. അതിനെ എവിടെ തേടും? യത് സ്വപ്ന ജാഗര സുഷുപ്തിഷു സത്. ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഏതൊന്നാണോ മാറാതെ ഇരിക്കുന്നത് ആ ഇരിപ്പ്, ആ സത്ത്, അസ്തിത്വം, അസ്ഥിതാമാത്രമായ വസ്തു സത്ത്. ആ സത്താണ്. ശരി, സ്വപ്നത്തിൽ നമുക്ക് വിചാരം ചെയ്യാൻ പറ്റില്ല, ഉറക്കത്തിലും വിചാരം ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴാണ് ചെയ്യേണ്ടത്. ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കും അതിനെ? ശരി, നല്ല ചോദ്യം. ദേഹേന്ദ്രിയാസു ഹൃദയാനി ചരന്തിയേന. ഇപ്പോൾ ഉണർന്നിരിക്കുമ്പോൾ ഇതാ കണ്ണിലൂടെ എന്നെ നോക്കണു, ഞാൻ കണ്ണിലൂടെ നിങ്ങളെ നോക്കുന്നു, നിങ്ങൾ കേൾക്കണു ചെവിയിലൂടെ. ഏന രൂപം രസം ഗന്ധം ശബ്ദാൻ സ്പർശാൻ ശമൈഥുനാൻ ഏതേനൈവ വിജാനാതി കിമത്ര പരിശിഷ്യത. ഏതോ ഒന്ന് ഉള്ളിലിരുന്ന് കേൾക്കുകയും മണക്കുകയും രുചിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതെന്താണ്? ആ ചൈതന്യം, ആ ഞാൻ എന്ന ചൊല്ലിന് പൊരുളായിട്ടുള്ള അനുഭവം. ആ അനുഭവം ശുദ്ധ ചൈതന്യം. അത് ഉള്ളപ്പോഴാണ് ഈ ശരീരം സഞ്ജീവിതാനി, എല്ലാം പ്രചോദിതമെന്ന വണ്ണം നടക്കുകയും ഇരിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആ സത്ത, ആ കോൺഷ്യസ്നസ്, ആ ചൈതന്യം, ആ ചൈതന്യ സത്തയാണ് നാരായണൻ. നല്ലവണ്ണം വിചാരം ചെയ്ത് മനസ്സിലായി. എങ്ങനെ ഇപ്പോൾ ഇതിനെ അനുഭവിക്കും ഞാൻ? നൈതൻ മനോവിശതി വാക് ഉദ ചക്ഷു ആത്മാ പ്രാണേന്ദ്രിയാണി യഥാനലം അർച്ചിഷസ്വാഹ ശബ്ദോപി ബോധക നിഷേധതയാത്മമൂലം അർത്ഥോക്തമാഹ
യദൃതേന നിഷേധസിദ്ധി. ആ ശുദ്ധ ചൈതന്യത്തിന് മനസ്സ് തൊടാൻ പറ്റില്ല. മനസ്സ് അവിടെ പോകുമ്പോൾ മറഞ്ഞു പോയി കളയും. ഉപ്പുപാവയാണ് ദൃഷ്ടാന്തം പറയുക. ഉപ്പുപാവ കടലിൽ പോയി കുളിച്ചിട്ട് വന്ന് ഞാൻ രാമേശ്വരത്ത് പോയി നല്ലവണ്ണം സ്നാനം ചെയ്തിട്ട് വന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതുപോലെ ഈ മനസ്സ് ആ ചിത്തിനെ സ്പർശിക്കുമ്പോൾ സ്വയം ഇല്ലാതാവുന്നു. ദിവസം സുഷുപ്തിയിലും അങ്ങനെയാണല്ലോ. ഉറങ്ങിക്കഴിയുമ്പോൾ ഒന്നും അറിഞ്ഞില്ല, എൻ്റെ മനസ്സ് അതിനകത്ത് പോയി മറഞ്ഞുപോയി. പക്ഷേ എഴുന്നേറ്റിട്ട് സുഖമായിട്ടിരുന്നു എന്ന് പറയും. അതാർക്കാ അറിയണത്? അതാണ് ചോദ്യം. അപ്പോൾ അറിയാൻ സാധിക്കും, അതെങ്ങനെയാണ്? അതാണ് ചോദ്യം. അപ്പോൾ മനസ്സ് നൈതന്മനോ വിശതി. വാക്ക് ഇന്ദ്രിയങ്ങളും പ്രവേശിക്കില്ല. ചക്ഷുഹു കണ്ണ് പ്രവേശിക്കില്ല. ആത്മാ എന്ന് വെച്ചാൽ ഞാൻ എന്നുള്ള അഹങ്കാരമോ അതിനകത്ത് പ്രവേശിക്കുന്നില്ല. പിന്നെ എന്താണ് അതിനകത്തുള്ളത്? ശബ്ദോപി വേദമോ. വേദം എങ്ങനെ അപ്പം ഇതിനെ അറിയിക്കും? ഒരു ഗുരു ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കും? നിഷേധതയാ ബോധയതി. ശരീരമല്ല നീ, മനസ്സ് നീയല്ല, ബുദ്ധി നീയല്ല, അഹങ്കാരം നീയല്ല. ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപഗുണദോഷവർജിതം ദേശകാലവിഷയാതിവർത്തിയത് ബ്രഹ്മതത്വമസി ബോധയ ഭാവയാത്മനി. ഈ ഉപാധിയൊന്നും നീയല്ലപ്പാ. ഈ ശരീരമോ മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ നീയല്ല. ഇതൊക്കെ തള്ളി മാറ്റി കഴിയുമ്പോൾ ഏതൊന്ന് അവശേഷിക്കുന്നുവോ ആ അവശേഷിക്കുന്നതായ ശുദ്ധ ചൈതന്യം, ചിത്ത്, അറിവ്, ബോധം, അത് നിൻ്റെ സ്വരൂപമാണ്. തത്വമസി, അതാണ് നീ. ഇങ്ങനെ ശബ്ദോപി ബോധക നിഷേധതയാ ആത്മമൂലം അർത്ഥോക്തമാഹ യദൃതേന നിഷേധിക്കാൻ പോലും അതില്ലാതെ നിഷേധിക്കാൻ പറ്റില്ല. നിഷേധിക്കുന്ന ആൾ തന്നെ അത്, അറിയുന്നവൻ തന്നെ അത്. വിജ്ഞാതാരമറേ കേന വിജാനീയാത്. എല്ലാത്തിനെയും അറിയുന്ന ഒരാളുണ്ടല്ലോ, ആ അറിയുന്നവൻ തന്നെ അത്. അങ്ങനെ ആ വസ്തു പ്രകാശിക്കുന്നു. സത്വം രജസ്തമ ഇതി ത്രിവൃദേകമാദൗ സൂത്രം മഹാനഹമിതി പ്രവദന്തി ജീവം ജ്ഞാനക്രിയാർത്ഥഫലരൂപതയോരു ശക്തി ബ്രഹ്മൈവ ഭാതി സദസച്ഛതയോ പറയത്. അഗ്നി കൊണ്ട് നാളം, അഗ്നിയിലെ സ്പാർക്സ്, അതിൻ്റെ തീപ്പൊരികൾ, അഗ്നി തിരിയുണ്ടെങ്കിൽ ആ തിരിയുടെ ഷേപ്പിലും അഗ്നി തന്നെ, നെയ്യുണ്ടെങ്കിൽ ആ നെയ്യും അഗ്നിയായിട്ട് തീർന്നു, മരം കത്തുമ്പോൾ മരവും അഗ്നിയായിട്ട് തീർന്നു. ഇങ്ങനെ ഒരു അഗ്നി തന്നെ പല നാമരൂപങ്ങളിലാവുന്ന പോലെ യഥാ അനലം അർച്ചിഷഃ സ്വാഹ. ഇതേപോലെ ഒരേ ചൈതന്യം തന്നെ മനസ്സായിട്ടും ഇന്ദ്രിയങ്ങളായിട്ടും സത്വരജസ്തമോ ഗുണങ്ങളായിട്ടും. നോക്കൂ, ആദ്യം അല്ല 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 എന്ന് തള്ളിക്കളയും. പിന്നെ അറിഞ്ഞു കഴിയുമ്പോൾ താൻ തള്ളിക്കളഞ്ഞതും ഒക്കെ തന്നെ അതാണ്. അത് വേറെ വിഷയം. അപ്പോൾ ഞാൻ അറിഞ്ഞ ആ ചൈതന്യം ആത്മാവല്ലാതെ ഇവിടെ ഒന്നുമില്ല. ഇതാണ് പ്രഹ്ലാദൻ്റെ സാക്ഷാത്കാരം. പ്രഹ്ലാദൻ പറഞ്ഞു, ത്വംവായുരഗ്നിരവനിർവ്യദംബുമാത്രാഃ പ്രാണേന്ദ്രിയാണി ഹൃദയം ചിദനുഗ്രഹശ്ച സർവം ത്വമേവ സഗുണോ വിഗുണശ്ച ഭൂമൻ നാന്യത്വദസ്തി യദ്മനോ വചസാനിരുക്തം. ഇങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ വിരമന്തി ശബ്ദാത് എന്നാണ്. ഇനിയൊന്നും അധ്യയനം ചെയ്യാനോ മനന നിധിധ്യാസനം ചെയ്യാനോ ഒന്നുമില്ല. മൗനം. വിരമന്തി ശബ്ദാത്. അങ്ങനെ ആ സത്യത്തിനെ ശാസ്ത്രം പ്രകാശനം ചെയ്തു. അതീവ സൂക്ഷ്മമായ വിഷയം. ഈ വിഷയത്തിനെ മാറാതെ, നമ്മളിൽ മാറാതെ നമ്മളുടെ ഉള്ളിൽ പ്രകാശിക്കുന്ന ചൈതന്യം. ശരീരം മാറുന്നു, മനസ്സ് മാറുന്നു, ബുദ്ധി മാറുന്നു, എല്ലാം മാറുമ്പോഴും അതിന് പുറകിൽ മാറാതെ ഇരിക്കുന്ന ഒരു കേവലാനുഭവസ്വരൂപം. കേവലാനുഭവസ്വരൂപമായിട്ട് എന്ന് വെച്ചാൽ നിർവിശേഷമായ അനുഭവസ്വരൂപമായിട്ട് ഞാൻ എന്ന അനുഭവത്തിൻ്റെ പൊരുളായിട്ട് ഉള്ളിൽ അനുസ്യൂതം ഒരു സൂത്രാത്മാ, ഒരു മാലയിൽ ചരട് പോലെ പല വികാരങ്ങൾക്ക് പുറകിലും പല മാറ്റങ്ങൾക്ക് പുറകിലും മാറാതെ നിൽക്കുന്ന ഒന്നുണ്ട്. ശശ്വത് അനപായി ഉപലബ്ധി മാത്രം എന്നാണ്.
അത് മാറാതിരിക്കുന്നു, ബാക്കിയൊക്കെ മാറുന്നു. ഉപലബ്ധി മാത്രം. അതിനെങ്ങനെ അറിയും? അത് ഇരിപ്പ് മാത്രമാണ്. ഉപലബ്ധി എന്ന് വെച്ചാൽ നിലനിൽപ്പ്, അസ്തിത്വം മാത്രം. ഒരു ഇരുട്ട് മുറിയിലിരുന്നാലും ഉണ്ട് എന്നറിയുന്നുണ്ട്. അതാണ് അതിൻ്റെ സ്വരൂപം. വേറെ ഒരു വിധത്തിൽ അതിനെ കിട്ടില്ല. കാണാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല, മണക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. പക്ഷെ ഒരു ഇരുട്ട് മുറിയിലിരിക്കുമ്പോഴും ആർദ്രഞ്ജ്വലതി ജ്യോതിരഹമസ്മി, ജ്യോതിർജ്വലതി ബ്രഹ്മാഹമസ്മി. അഹമസ്മിയാണ് അതിൻ്റെ അനുഭവം. ഞാനുണ്ട്, അഹം ഉണ്ട്, ആ ഒരു അനുഭവം. ആ അനുഭവം തൊട്ടിട്ടറിഞ്ഞതല്ല, നോക്കൂ, ചിന്തിച്ചിട്ടറിഞ്ഞതല്ല, നിങ്ങൾ ശബ്ദിച്ചിട്ടറിഞ്ഞതല്ല, സങ്കല്പിച്ചിട്ടറിഞ്ഞതല്ല. അത് അസ്തിത്വമാണ്, അത് ഉണർവാണ്, ബോധമാണ്. അത് ശരീരവുമല്ല. മരിച്ചു കഴിഞ്ഞ ശരീരത്തിന് ബാക്കി എല്ലാ അംഗങ്ങളും ഉണ്ടാവും, കൈയും കാലും. അതുകൊണ്ടാണ് ഇന്നത്തെ മോഡേൺ സയൻസിൽ, മെഡിക്കൽ സയൻസിൽ ഏകദേശം എല്ലാ ഭാഗവും എടുത്ത് ആർക്കെങ്കിലും വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ ഇതിലൊന്നും ഞാനില്ല. ഇപ്പം വേറെ ഒരാൾക്ക് എൻ്റെ ഹൃദയം എടുത്ത് വെച്ചത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. വേറെ ഒരാൾക്ക് എൻ്റെ ബ്രെയിൻ എടുത്ത് വെച്ചത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോവില്ല. അപ്പോൾ ഇത് വെറും ചട്ടക്കൂടാണ്. അപ്പോൾ ഇതിനകത്തൊരു ഞാൻ എന്ന് പറയുന്ന അനുഭവം ഉണ്ടല്ലോ, ആ അനുഭവം അവസാനം കാണാതാവുമ്പോൾ ഇത് വെറും വേറെ ഒരാൾക്ക് ഉപയോഗിക്കാവുന്ന ഷർട്ട് പോലെ അങ്ങോട്ട് കൊടുത്തു. ഏത് ഭാഗം വേണമെങ്കിൽ എടുത്ത് കൊടുത്തു, ഉപയോഗിച്ചോളൂ എന്ന്. വേറെ ഒരാൾ ഉപയോഗിച്ചു. അതുകൊണ്ട് എനിക്കൊരു സ്പർശമില്ല. കാരണം അത് ഞാൻ സംഘമേ ഇല്ല എനിക്കതിൽ. ഞാൻ തൽക്കാലം അതിനകത്ത് ഈ ശരീരത്തിനകത്ത് തോന്നി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ തോന്നുമ്പോഴും ആ സത്യത്തിനെ അറിയുമ്പോൾ ആശ്ചര്യകരമായിട്ട് നമുക്കറിയാം, നമുക്ക് ഇപ്പോഴും ശരീരമില്ല. ഇപ്പം ഞാൻ നിങ്ങളെയൊക്കെ കാണുമ്പോൾ ഈ ശരീരത്തോടെ കാണാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ ഈ ശരീരത്തോടെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങളെ ഓർക്കുമ്പോൾ എങ്ങനെയാണ് ഓർക്കണം എന്ന് പറയൂ. എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങളെ ഓർക്കുമ്പോൾ ഈ ഫോം, ഈ രൂപം വരും. നിങ്ങളെ ഓർക്കുമ്പോൾ ഈ രൂപം വരുമോ? നിങ്ങളുടെ ഫോട്ടോയിൽ കാണുന്ന പോലെയുള്ള രൂപം നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുമോ? പിന്നെ എങ്ങനെയാണ് ഓർക്കണം? എങ്ങനെ ഓർക്കും? ഫസ്റ്റ് ഓഫ് ഓൾ ഓർക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങളെ മറന്നാലല്ലേ ഓർക്കാൻ പറ്റുള്ളൂ, അല്ലേ? നിങ്ങൾക്ക് നിങ്ങളെ ഓർക്കാനും സാധിക്കില്ല, കാരണം മറന്നാലല്ലേ ഓർക്കാൻ പറ്റുള്ളൂ. അപ്പം ഓർക്കുക എന്നുള്ളതൊക്കെ ബുദ്ധിയുടെ വ്യാപാരമാണ്. നമ്മളിൽ നിന്ന് അന്യമായ സാധനത്തിനെ മറക്കാനോ ഓർക്കാനോ ഒക്കെ പറ്റുള്ളൂ. അവനവൻ്റെ നിലനിൽപ്പിനെ, അസ്തിത്വത്തിനെ മറക്കാനും സാധ്യമല്ല, ഓർക്കാനും സാധ്യമല്ല. രണ്ടിനും അപ്പുറമുള്ള നിത്യനിരന്തരമായ സത്താണ്. അതാണ് അനപായി എന്ന് പറഞ്ഞത്. ഉപലബ്ധി അനപായി എന്ന് പറഞ്ഞു. അഷ്ടാമലകം പറഞ്ഞു, നിത്യോപലബ്ധി സ്വരൂപോഹം ആത്മാ. ഞാൻ എപ്പോഴും കിട്ടിയിട്ടുള്ളതായി നിത്യോപലബ്ധി. അതാണ് ഭാഗവതത്തിലും പറഞ്ഞു, നിത്യാനുഭൂത നിജലാഭ നിവൃത്ത തൃഷ്ണ. എന്നല്ല പറഞ്ഞല്ലോ ശ്ലോകം. നിത്യാനുഭൂതമാണ് ആത്മാ, പക്ഷേ അറിയില്ല എന്ന് പറഞ്ഞു. എന്തെന്ന് വെച്ചാൽ അതിനെ പരിചയപ്പെട്ടിട്ടില്ല. ആ അനുഭവം ഉണ്ട്, പക്ഷെ പരിചയപ്പെട്ടില്ല. ഈ ഗുരു എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ അനുഭവത്തിനെ ഒന്ന് പരിചയപ്പെടുത്തി തരികയാണ്, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് സിദ്ധമായിട്ടുള്ള അനുഭവത്തിനെ ഒന്ന് പരിചയപ്പെടുത്തി തന്നു. ആ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ പരീക്ഷിത്ത് പറഞ്ഞു, സിദ്ധോസ്മി അനുഗൃഹീതോസ്മി ഭവതാ കരുണാത്മന ശ്രാവിതോ യച്ഛമേ സാക്ഷാത് അനാദിനിധനോ ഹരിഹി ഭഗവൻ തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ ന ബിഭേമ്യഹം പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വയാ. എനിക്ക് ഭയമില്ല, ബ്രഹ്മനിർവാണത്തിലേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കണു. എന്ത് മാജിക്കാണ് നടന്നത്? അജ്ഞാനം ച നിരസ്തം മേ ജ്ഞാനവിജ്ഞാനനിഷ്ഠയാ ഭവതാ ദർശിതം ക്ഷേമം പരം ഭഗവതഃ പദം. എൻ്റെ അജ്ഞാനം അങ്ങോട്ട് നീക്കം ചെയ്തു. ഉള്ളിൽ ജ്ഞാനമുണ്ടായി, തൃപ്തി വന്നു, ശാന്തി വന്നു. ഞാൻ മരിക്കാൻ എനിക്ക് സാധിക്കില്ലെന്ന് മനസ്സിലായി. മരിക്കാന്ന് പറഞ്ഞാൽ ഇല്ലാതാവുകയല്ലേ. ഇല്ലാതാവൽ എന്നുള്ളൊരു സാധനമേ സാധിക്കില്ല. എങ്ങനെ ഇല്ലാതാവും? ഉള്ളതിന് ഇല്ലായ്മയില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ന അഭാവോ വിദ്യത്തെ സതഃ. ഇതിപ്പോൾ സത്താണ്, അതിന് അഭാവമില്ല. പിന്നെ ശരീരവും മുതലായിട്ടുള്ള സാധനങ്ങൾ അതൊക്കെ മരിക്കുമല്ലോ എന്ന് വെച്ചാൽ അത് ഇല്ലാത്തതാണ്. അത് ഉണ്ടെന്ന് തോന്നുക നിങ്ങൾക്ക്. അതെങ്ങനെ പറയാൻ പറ്റും? ഇപ്പം ഉണ്ടല്ലോ,
ഏതൊന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ലയോ, ഏതൊന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇല്ലാതാവുമോ, അത് നടുവിൽ തോന്നിയാലും വാസ്തവമല്ല എന്നാണ് പ്രബലമായ യുക്തി. ആദൗ അന്തേച്ച എന്നാസ്തി വർത്തമാനേപി തത്തഥാ. നിഷേധിക്കാനേ സാധിക്കില്ല. കുറച്ചു കാലം മുമ്പ് ഉണ്ടായിരുന്നില്ല, കുറച്ചു കാലം കഴിഞ്ഞ് ഇല്ലാതാവും. മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു വൃഥാനാം. മുമ്പില്ല. അവ്യക്ത ആദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യേവ തത്ര കാ പരിദേവന. എന്തിനാ ഇപ്പോൾ വിഷമിക്കണത്? അപ്പോൾ ഇങ്ങനെ മാറാതെ ഇരിക്കുന്ന ആ സത്യം ഉള്ളിൽ നിത്യനിരന്തരം വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് എന്തേ നമുക്ക് തോന്നാത്തത്, എന്നിട്ട് എന്തേ നമുക്ക് വിചാരിച്ചറിയാൻ പറ്റാത്തതെന്ന് വെച്ചാൽ മനസ്സിങ്ങനെ ബഹിർമുഖമാണ്. അത്രയേ ഉള്ളൂ ദോഷം, വേറെ ഒന്നുമില്ല. ശങ്കരാചാര്യർ പറഞ്ഞു മെനക്കെട്ട് ചെയ്യേണ്ട കാര്യം ചിത്തശുദ്ധിയാണെന്നാണ്, വേറെ ഒന്നും വേണ്ട. ചിത്തം എങ്ങനെ ശുദ്ധാക്കും? തൻ മനഃശോധനം കാര്യം പ്രയത്നേന മുമുക്ഷുണ. ഒരാൾ മുമുക്ഷുവാണെങ്കിൽ അയാൾ എങ്ങനെയെങ്കിലുമൊക്കെ മനസ്സിനെ ഒന്ന് ശുദ്ധാക്കി വെടുപ്പാക്കി എടുക്കണം. എങ്ങനെ ചെയ്യും? കർമ്മത്തിനെ ഭഗവതർപ്പണമായി ഫലേച്ഛയില്ലാതെ ചെയ്താൽ ചിത്തശുദ്ധി വരും. ശരി, അത് മാത്രം മതിയോ? അവിടെയാണ് ഭാഗവതം പറഞ്ഞത് നൈഷ്കർമ്യമപി അച്യുതഭാവവർജിതം ന ശോഭതി. എല്ലാ കർമ്മമൊക്കെ ഉപേക്ഷിച്ചാലും, കർമ്മം ഫലേച്ഛയില്ലാതെ ചെയ്താലും, കർമ്മത്തിനെ ഫലം നോക്കാതെ ചെയ്യാണ് അയാൾ കർമ്മയോഗിയാണെന്ന് പറയാനൊക്കുമോ? ശാസ്ത്രീയമായി പറ്റില്ല. ഇപ്പോൾ ഈ ഫാന് കർമ്മയോഗിയല്ലേ? അതിന് ഒരാളും രുക്മിണി സ്വയംവരത്തിൻ്റെ പായസം പോലും കൊടുത്തില്ല പാവം. ഇത്രയും നേരം നമുക്ക് കാറ്റ് തരണു, അതിനൊരു അപ്പമോ ഇത്രയും കാലമായിട്ട് തിരുമേനി ഇപ്പോൾ ഇവിടുത്തെ നേദ്യം ഒന്നുപോലും ഇതിനൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല. ഗ്രൈൻഡർ പോട്ടെ, അതൊക്കെ പോട്ടെ, ഈ ഗ്രൈൻഡർ നെയ്യപ്പത്തിന് നല്ലവണ്ണം അരച്ചു കൊടുക്കണുണ്ട്, മിക്സിയും ഗ്രൈൻഡറും ഒക്കെ. എന്നാൽ ഓരോ നെയ്യപ്പം അവർക്കും കൂടെ ഒന്ന് കൊടുക്കുക. ഒന്നും നമ്മൾ ചെയ്യണില്ല ഇല്ലേ? അവരൊക്കെ കർമ്മയോഗികളല്ലേ? അപ്പോൾ ഗ്രൈൻഡർ, മിക്സി, ഇതൊക്കെ നമുക്ക് പണിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഭാഗവതർ വന്ന് പാടിയാൽ നമ്മൾ സംഭാവന കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ റെക്കോർഡ് പ്ലെയറിനും കൂടെ കൊടുത്തൂടെ ഒരു സംഭാവന? ചെയ്യണില്ല. അപ്പോൾ അവരൊക്കെ കർമ്മയോഗികളെന്ന് വെച്ചാൽ അല്ല. എന്തേ? അവർ ജഡമാണെന്ന്. അതിന് ഞാനെന്നോ ഈശ്വരനെന്നോ എന്തെങ്കിലും ഭാവമോ ഒന്നുമില്ല. അപ്പോൾ വെറുതെ കർമ്മത്തിനെ ഫലേച്ഛയില്ലാതെ ചെയ്യുന്നത് കൊണ്ട് മാത്രം കർമ്മയോഗം ആവില്ല. കർമ്മയോഗം ജ്ഞാനിക്കുള്ളതല്ല. കർമ്മയോഗം ഉപാസനയാണ്, ഉപാസനയ്ക്ക് മുന്നോടിയായിട്ടുള്ളതാണ്. അവിടെ ഞാൻ കർത്താവാണെന്നുള്ള ഭാവമുണ്ട്, ഭഗവാൻ എന്നൊരു ഭാവമുണ്ട്. ഞാൻ ചെയ്യുന്ന കർമ്മത്തിനെ ഭഗവാന് അർപ്പണം ചെയ്യുന്നുള്ള ഭാവമുണ്ട്. അങ്ങനെ അർപ്പണം ചെയ്ത് ചിത്തശുദ്ധി നേടുകയാണ് കർമ്മയോഗി. ഭക്തന് അപ്പോൾ അവിടെ ഭഗവാൻ വേണം, ഇല്ലാതെ കർമ്മയോഗം ആവില്ല. സ്വകർമ്മണ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവ. കർമ്മം കൊണ്ട് ഭഗവാനെ അർച്ചിക്കുകയാണ് ചെയ്യണത്. ഇവൻ ഭഗവാനെ ആരാധിക്കുകയാണ്, പൂജിക്കുകയാണ്. അപ്പോൾ കർമ്മം ഭഗവത് ആരാധനയായിട്ട് തീരുമ്പോഴാണ് കർമ്മം യോഗമായിട്ട് മാറണം. അല്ലാതെ സോഷ്യൽ സർവീസ് അല്ലാതെ അവിടെ ഒരു സ്പിരിച്വൽ എലമെൻറ്റ് വരെയാണ്, അലൗകികത വരെയാണ്, ഭഗവത് ഭാവം വരെയാണ്. അപ്പോഴാണത് കർമ്മയോഗമായിട്ട് മാറണത്. ജ്ഞാനിയുടെ കർമ്മം കർമ്മയോഗമല്ല. നല്ലവണ്ണം വ്യത്യാസം അറിയണം. കർമ്മയോഗ സാധനയാണ്. ജ്ഞാനിയുടെ കർമ്മം കർമ്മയോഗമല്ല, അത് നൈഷ്കർമ്മ്യസ്ഥിതിയാണ്, അത് അകർമ്മമാണ്. കർമ്മണി അകർമ്മയഃ പശ്യേത് അകർമ്മണി ച കർമ്മയഃ. അത് കർമ്മയോഗമല്ലാതെ അത് അകർമാത്മദർശി. ഞാൻ കർത്താവെന്നോ ഭോക്താവെന്നോ ഞാനെന്നോ ഒന്നുമില്ല അവിടെ. ആ കർമ്മം നൈഷ്കർമ്മ്യമാണ്. അത് ഈശ്വരൻ ചെയ്യുന്ന പോലെയുള്ള കർമ്മമാണ്, പ്രകൃതിയിൽ നടക്കുന്ന കർമ്മമാണ്. വിദുഷാ ക്രിയമാണം കർമ്മ അകർമ്മൈവ. അപ്പോൾ അത് അല്ല. അപ്പോൾ ചിത്തശുദ്ധിക്ക് കർമ്മയോഗം. പിന്നെ ഭഗവാൻ വ്യാസൻ പറഞ്ഞു അത് മാത്രം പോരാ, ഭക്തി വേണം.
ചിത്തശുദ്ധിക്ക് ഭഗവത് ഭക്തി വേണം. യർഹ്യബ്ജനാഭ ചരണേഷണയോരുഭക്ത്യാ ചേതോ മലാനി വിധമേത് ഗുണകർമ്മജാനി തസ്മിൻ വിശുദ്ധ ഉപലഭ്യത ആത്മതത്വം സാക്ഷാദ്യഥാമലദൃശോ സവിതൃപ്രകാശ. അബ്ജനാഭചരണ ഏഷണ എന്നാണ് സാധാരണമായിട്ട്. ഏഷണ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ, ദാരേഷണ, ഇതൊക്കെയാണ് ഏഷണ ത്രയം. പുത്രേഷണയും ദാരേഷണയും ഒന്ന് തന്നെ. അപ്പോൾ ഏഷണാത്രയം. ഏഷണ എന്ന് വെച്ചാൽ നമ്മൾ ഏഷണ എന്ന് പറയുമ്പോൾ രണ്ടുപേരും ശണ്ട കൂടിച്ചിട്ട് ഏഷണ ഉണ്ടാക്കിയെന്ന് പറയില്ലേ, അങ്ങനെയല്ല. ഏഷണ ശബ്ദത്തിന് നമ്മളെ കൊണ്ടത് ഒരുപാട് ചിന്തിപ്പിക്കും, നമ്മളെ കൊണ്ട് ആഗ്രഹിപ്പിക്കും, നമ്മളെ ബന്ധിക്കും. അതാണ് ഏഷണ. അത് നമ്മളുടെ കുട്ടികൾ, നമ്മളുടെ ഭാര്യ, നമ്മുടെ കുടുംബം, അതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾക്ക് മനസ്സ് ചിത്തവൃത്തികളുണ്ടാവും. അത് ഏഷണയാണ്. അതേപോലെ എൻ്റെ വീട്, എൻ്റെ വീട്, എൻ്റെ സ്വത്ത്, അப்புறம் ലോകകാര്യങ്ങൾ, ഇതിലൊക്കെ ഏഷണ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ ഏഷണ എന്ന് പറയും. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഭഗവാന്റെ ചരണേഷണ. ഭഗവാന്റെ ചരണത്തിൽ അതിങ്ങനെ ഏഷണയാവുന്ന വെച്ചാൽ അതൊരു വാസന. നോക്കൂ, ഇത് അനാത്മവാസനാജാലൈഹി തിരോഭൂത ആത്മവാസന. ശങ്കരാചാര്യർ പറഞ്ഞു ആത്മവാസന എന്നാണ്. അതൊരു വാസനയാവുമോ? ആത്മധ്യാനം എന്ന് വെച്ചാൽ എങ്ങനെ വിഷയങ്ങളിൽ രതി വരുമ്പോൾ മനസ്സ് നമ്മൾ പറഞ്ഞാൽ കേൾക്കാതെ അങ്ങോട്ട് പോകണമോ, അതേപോലെ തന്നെ ഭഗവാനിൽ രതി വരുമ്പോൾ നമ്മൾ പിടിച്ചു നിർത്തണമെന്ന് വിചാരിച്ചാലും നിൽക്കാതെ അത് ഭഗവാന്റെ അടുത്തേക്ക് പോകും. യാ പ്രീതി അവിവേകാനാം വിഷയേഷു അനപായിനി ത്വാം അനുസ്മരതഃ സാ മേ ഹൃദയാന്മാ അപസർപ്പത്തു. അവിവേകികൾക്ക്, അവിവേകിനാം യാ പ്രീതി വിഷയേഷു, വിഷയങ്ങളിൽ വിവേകമില്ലാത്തവർക്ക് എന്തൊരു പ്രീതിയുണ്ടോ അതേപോലെ ഭഗവാനെ ഞാൻ നിന്നെ സ്മരിക്കുന്ന സമയത്ത് നിൻ്റെ അടുത്ത് ഉണ്ടാവട്ടെ എന്നാണ്. അങ്ങനെ ഒരു ഏഷണ വന്നാൽ ചിത്തത്തിലുള്ള ദോഷങ്ങളൊക്കെ നിർമ്മലമായിട്ട് കഴുകിക്കളയപ്പെടും. അങ്ങനെ ചിത്തം ശുദ്ധമാവുമ്പോൾ സൂര്യനെ കാണുന്ന പോലെ ആത്മാവിനെ കാണും. യഥാ അമലദൃശ സവിതൃപ്രകാശ, സൂര്യപ്രകാശം കാണപ്പെടുന്ന പോലെ ചിത്തം ശുദ്ധമായി കഴിയുമ്പോൾ സൂര്യപ്രകാശം കാണുന്ന പോലെ തന്നിൽ ആത്മപ്രകാശം കാണും എന്ന് ഈ പ്രബുദ്ധയോഗീശ്വരൻ പറഞ്ഞു. ഇത്തരത്തിലുള്ള ഒരു ഉപദേശത്തിന് വേണ്ടിയിട്ടാണ് ഉദ്ധവരും ഭഗവാനോട് ചോദിക്കുന്നത്. ഇപ്പം നമ്മൾ നവയോഗിയിൽ നിന്നും അല്പം പറഞ്ഞു. ഉദ്ധവരും ഭഗവാനോട് പറഞ്ഞത്, ഭഗവാനെ അവിടുന്ന് തന്നെ എനിക്ക് ഉപദേശിക്കണം, വേറെ ആരെങ്കിലുമൊക്കെ ഉപദേശിച്ചാൽ എൻ്റെ അജ്ഞാനം നിവൃത്തിയാവില്ല. അതുകൊണ്ട് എനിക്ക് ഭഗവാനെ അവിടുന്ന് തന്നെ ഉപദേശിക്കണം, എല്ലാം വിട്ട് ത്യാഗം ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയാം. എന്നെക്കൊണ്ട് പറ്റില്ല. ത്യാഗോയം ദുഷ്കരഹ, ഞാൻ വിചാരിച്ചാലൊന്നും എനിക്ക് സന്യസിക്കാനൊന്നും പറ്റില്ല, ത്യജിച്ചു പോകാനൊന്നും സാധിക്കില്ല. പരമഭക്തിയില്ലാതെ ഒരാൾക്ക് യതിയാവാൻ, സന്യാസിയാവാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാനോ, ഞാൻ, എൻ്റെ എന്നുള്ള വിചാരം ഒരുപാട് എൻ്റെ ഉള്ളിലുണ്ട്. എനിക്കതുകൊണ്ട് സന്യാസമാർഗത്തിന് യോഗ്യതയില്ല. അങ്ങനെ വേണമെങ്കിൽ അങ്ങ് തരണമെന്നാണ്. യോഗേശ യോഗവിന്യാസ യോഗാത്മൻ യോഗസംഭവ നിശ്രേയസായ മേ പ്രോക്തഃ ത്യാഗഃ സന്യാസലക്ഷണഃ. നോക്കൂ, ഉദ്ധവർ പറയാണ് എന്തൊക്കെയാണ് ഈ ത്യാഗത്തിൻ്റെ വഴി. യോഗം, യോഗ സംഭവനാണത്രേ ഭഗവാൻ. യോഗാനുഷ്ഠാനം കൊണ്ടാണ് ഭഗവത് പ്രാപ്തി ഉണ്ടാവണം. നോക്കൂ, യോഗം എല്ലാ സ്ഥലത്തും വേണം. ജ്ഞാനയോഗ, കർമ്മയോഗ, ഭക്തിയോഗ, രാജയോഗ, എല്ലായിടത്തും യോഗമാണ്. ഇല്ലെങ്കിൽ ജ്ഞാനം മാത്രമാണെങ്കിൽ അത് വെറും പഠിപ്പാവും. ഭക്തി യോഗമായിട്ടില്ലെങ്കിലുണ്ടല്ലോ അത് വെറും വികാരപ്രകടനമാവും. കർമ്മം യോഗമായിട്ടില്ലെങ്കിലുണ്ടല്ലോ അത് സംസാരമായിട്ട് തീരും. നിവൃത്തി വേണം മുമ്പിൽ, നിവൃത്തിക്കുള്ള ഉദ്ദേശം വേണം, വ്യവസായാത്മിക ബുദ്ധി വേണം. അതുകൊണ്ട് എനിക്ക് യോഗം ഉപദേശിക്കൂ ഭഗവാനെ
എനിക്ക് അവിടുന്നാണല്ലോ യോഗത്തിന് ഈശ്വരൻ. ഈ ലോകത്തിലെ എല്ലാവർക്കും സംസാര നിവൃത്തി വരാനായി, ഭഗവത് പ്രാപ്തി വരാനായിട്ട് യോഗത്തിനെ ഭഗവാനാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പല പല സമ്പ്രദായങ്ങളായിട്ടും ഉപാസനകളായിട്ടും ഹഠയോഗമായിട്ടും രാജയോഗമായിട്ടും ഭക്തിയോഗമായിട്ടും ഒക്കെ പല പല മഹാപുരുഷന്മാർ വഴി പല പല സമ്പ്രദായങ്ങൾ ഉണ്ടാക്കി ഒരുപാട് നദികളുണ്ടല്ലോ ഭൂമിയിൽ. അതുപോലെ കുറേ യോഗ പരമ്പരകളുടെ നദികളും അവിടുന്നാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് യോഗവിന്യാസ, ഈ യോഗാത്മൻ, യോഗത്തിൻ്റെ ആത്മാ അന്തർഹൃദയം അവിടുന്നാണ്. എന്നുവെച്ചാൽ ഭഗവതാശ്രയത്തോടു കൂടെ വേണം യോഗാനുഷ്ഠാനം ചെയ്യാൻ. അല്ലെങ്കിൽ പലരും വിചാരിക്കണം ഇപ്പോൾ യോഗ എന്ന് പറഞ്ഞ് യോഗ ക്ലാസ്സിൽ പോകണം. എന്തിനാ? അത് കുറേ ദിവസമായിട്ട് ഈ BP ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു കുറച്ച് യോഗ ചെയ്താൽ മതി. തിരുവണ്ണാമലയിൽ സ്വാമി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് BP ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ ചോദിച്ചു, സ്വാമിജി BP ഉണ്ടല്ലേ? ധാരാളം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ BP എന്താ സ്വാമി ഇങ്ങനെ പറയണമെന്ന് വെച്ചാൽ, BP നല്ലതല്ലേ? എന്താ സ്വാമി ഇങ്ങനെ പറയണം? BP എന്ന് പറഞ്ഞാൽ നിനക്കറിയോ? BP എന്ന് പറഞ്ഞാൽ ഭഗവാൻസ് പ്രൊട്ടക്ഷൻ, അതാണ് BP. അങ്ങനെ എടുത്താൽ മതി. BP എന്ന് വെച്ചാൽ ഭഗവാൻസ് പ്രൊട്ടക്ഷൻ. അതെന്തിനാ അപ്പോൾ ദോഷമായിട്ട് എടുക്കണമെന്നാണ്. അപ്പോൾ യോഗേശ യോഗ, അപ്പം അങ്ങനെയുള്ള യോഗമല്ല, ശരീരത്തിന് വേണ്ടിയിട്ടല്ല, ഹെൽത്തിന് ഫിസിക്കൽ പർപ്പസിന് വേണ്ടിയിട്ടല്ല, പരമാത്മപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് യോഗം. യോഗത്തിൻ്റെ പർപ്പസ് ഭഗവാൻ പരമേശ്വരൻ ഹഠയോഗത്തിനെ പോലും 1.25 ലക്ഷം പ്രക്രിയകൾ ഉണ്ടാക്കി വെച്ചു എന്നാണ് ശങ്കരാചാര്യർ പറയുന്നത്. സപാദലക്ഷ ലയാവധാനാനി വസന്തി ലോകേ. അങ്ങനെ സപാദലക്ഷ ലയം എന്നാണ്, ലയാവധാനം എന്നാണ് യോഗത്തിന് പറയുന്നത്. മനസ്സ് ലയിക്കുകയും വേണം, അവധാനവും ഉണ്ടാവണം. ഉറക്കത്തിൽ ലയമുണ്ട്, അവധാനമില്ല, ഉറങ്ങിപ്പോവും. സാക്ഷിത്വമില്ല, അലേർട്ട്നെസ് ഇല്ല. അലേർട്ടാണ് ലയിക്കുന്നു. ആ യോഗത്തിനെ പല വിധത്തിൽ പറഞ്ഞു വെച്ചതുകൊണ്ട് യോഗവിന്യാസ, യോഗാത്മൻ, യോഗസംഭവ, എല്ലാ ഡിസ്റ്റർബൻസും ഇല്ലാതെ യോഗാനുഷ്ഠാനത്തിന് വേണ്ടിയാണ് സന്യാസം. അതുകൊണ്ട് എനിക്കത് പറഞ്ഞു. എനിക്ക് അത്ര എളുപ്പമല്ല ഭഗവാനെ. ത്യാഗോയം ദുഷ്കരോ ഭൂമൻ കാമാനാം വിഷയാത്മഭിഹി. മനസ്സ് വിഷയങ്ങളിലുള്ളപ്പോൾ ഈ ത്യാഗം അത്ര എളുപ്പമല്ല. എന്നാ എളുപ്പമല്ല എന്ന് ചോദിച്ചാൽ, ഭക്തി ഉണ്ടെങ്കിൽ എളുപ്പമാണ്. സുതരാം ത്വയി സർവാത്മൻ അഭക്തൈരിതി മേമതി. ഭക്തി ഇല്ലാത്തവർക്ക് കഷ്ടമാണ്. സോഹം മമാഹമിതി മൂഢമതി വിഗാഢ ത്വന്മായയാ വിരചിതാത്മനി സാനുബന്ധേ തത്വഞ്ജസാ നിഗദിതം ഭവതാ യഥാഹം സംസാധയാമി ഭഗവൻ അനുഷാധി ഭൃത്യം. ഞാൻ ഭൃത്യനാണെന്ന് പറയുന്നു ഉദ്ധവൻ. ദാസൻ ഭൃത്യൻ വ്യത്യാസമല്ലേ? പക്ഷേ ഒരു മഹാത്മാ പറയും ഭൃത്യനും ദാസനും വ്യത്യാസമുണ്ടെന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ഭാവമാണ്. എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, ഭൃത്യഭാവം നമുക്ക് പറ്റും, ദാസഭാവം ബുദ്ധിമുട്ടാണെന്ന് പറയും. എന്താ വെച്ചാൽ ഹനുമാൻ ദാസനാണ്, അതത്ര എളുപ്പത്തിൽ നമുക്ക് കിട്ടില്ല. ദാസന് ആഗ്രഹമേ ഇല്ല, യജമാനൻ്റെ ഇച്ഛയല്ലാതെ ദാസന് ഇച്ഛയേ ഇല്ല, അപ്പോഴേ ദാസനാവുള്ളൂ. അതാണ് ദാസ്യഭക്തി. ഭൃത്യൻ അങ്ങനെയല്ല. നമ്മുടെ അവിടുത്തെ പണിക്കാരന് പല ആഗ്രഹങ്ങളും ഉണ്ടാവും. അത്യാവശ്യം യജമാനൻ്റെ മുറിയിൽ കയറി ആ AC റൂമിൽ കിടക്കണം തോന്നും, അല്ലെങ്കിൽ അവർ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ എനിക്കും വേണം തോന്നും. അവർക്ക് കിട്ടുന്ന പോലെ സൗകര്യം ഒരു ദിവസം എനിക്ക് കിട്ടി, ഒരു ദിവസം എനിക്ക് കിട്ടിയിട്ട് വേണം ഇയാളെ എൻ്റെ ജോലിക്കാരനാക്കാൻ ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ അയാൾക്ക് അറിയാം നടക്കില്ല എന്നറിയാം. യജമാനൻ പറഞ്ഞതേ ഞാൻ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഞാൻ വിധേയനാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഭൃത്യഭാവമെങ്കിലും ഉണ്ടാവട്ടെ എന്ന് പറയും. ആദ്യം നമ്മൾ ഭഗവാന് വിധേയനാണെന്നുള്ള ഭാവത്തിലെങ്കിലും തുടങ്ങിക്കൊള്ളും. പിന്നെ അറിയാം ഇതാണ് ക്ഷേമം. വിധേയനായിട്ടിരിക്കുന്നത് നല്ലതാണെന്നാണ് ഭക്തൻ്റെ അഭിപ്രായം. രാമായണത്തിൽ ഭരതൻ പറഞ്ഞു, രാമൻ്റെ അടുത്ത് പറഞ്ഞു, നോക്കൂ, ഒരാൾ
മേലെ ഇരുന്നിട്ട് നീ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ചെയ്തുകൊണ്ട് അയാൾക്ക് വിധേയനായിട്ടിരിക്കണം നല്ലതാണ്. ഒരു ഓഫീസറായിട്ടിരുന്ന് ബാക്കിയുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. സുജീവം നിത്യശസ്തസ്യ യഃ പരൈഹി ഉപജീവതി രാമതസ്യതു ദുർജീവം യഃ പരാനുപജീവത്തെ. ഹേ രാമ, മറ്റുള്ളവരെ ഒരുപാട് ആളുകളെ വെച്ച് പുലർത്തിക്കൊണ്ട് പോകുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ആരെങ്കിലുമൊക്കെ പറഞ്ഞു, റിസ്ക് ഇല്ലല്ലോ, ചെയ്യുക പറഞ്ഞാൽ ചെയ്യുക, ഇല്ല ഇഷ്ടപ്പെട്ടില്ലേ വിട്ടിട്ട് പോവുക. അത് പറയും, പണിക്കാരനെ കുറിച്ച് പറയും, വെള്ളത്തിൽ തൊട്ടിയിട്ടിട്ട് ദേഷ്യപ്പെട്ടിട്ട് ആ തൊട്ടി പുറത്തു പോലും എടുക്കാതെ പോയിന്നാണ്. അത്രയേ വേണ്ടൂ നേരം. അപ്പോൾ വലിയ ജോലിയിലുള്ള ആളുകളാണെങ്കിൽ അയാളുടെ ചോട്ടിൽ ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ ഭൃത്യഭാവമാണ്. പോട്ടെ, അപ്പോൾ ഉദ്ധവൻ പറയണത് ഞാൻ ഭൃത്യനാണ്, ദാസൻ തന്നെ അർത്ഥം ഇവിടെ. അതുകൊണ്ട് എനിക്ക് ഉപദേശിക്കൂ ഭഗവാനെ. സത്യസ്യതേ സ്വദൃശ ആത്മന ആത്മനോന്യം വക്താരമീശ വിബുധേഷ്വപി നാനുചക്ഷേ സർവേ വിമോഹിതധിയഃ അജമായയേ മേ തവ മായയേ മേ ബ്രഹ്മാദയസ്തനുഭൃതോ ബഹിരർത്ഥഭാവാഃ തസ്മാദ്ഭവന്തം അനവദ്യമനന്തപാരം സർവജ്ഞമീശ്വരമകുണ്ഠവികുണ്ഠധിഷ്ണ്യം നിർവിണ്ണധീഹി അഹമുഹ വൃജിനാഭിതപ്തോ നാരായണം നരസഖം ശരണം പ്രപദ്യേ. നല്ല വാക്കാണ്. നാരായണം നരസഖം ശരണം പ്രപദ്യേ. നമുക്ക് മനുഷ്യന് സഖാവായിട്ടുള്ളത് നാരായണനാണെന്ന്. നാരായണം നരസഖം ശരണം പ്രപദ്യേ. ഗുരുവായൂരപ്പനെയാണ് സഖാവേ എന്ന് വിളിക്കേണ്ടത്. നാരായണം നരസഖം ശരണം പ്രപദ്യേ. എപ്പോൾ വേണോ വേണ്ട സമയത്ത് വന്ന് ഉപദേശിക്കേണ്ട ഒരു മിത്രഭാവം ഭഗവാന് ഉണ്ട്. ഭഗവാനെ നമ്മൾ സഖാവാണെന്ന് അറിഞ്ഞാൽ ശാന്തി കിട്ടും. ഈശ്വരനാണ് നമുക്ക് സുഹൃത്ത് എന്നറിയുമ്പോൾ, ഗീതയിൽ ഭഗവാൻ പറഞ്ഞു, സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിമൃച്ഛതി. എല്ലാവർക്കും ഞാനാണ് സുഹൃത്തെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നിനക്ക് ശാന്തി ഉണ്ടാവുന്നു. ഭഗവാൻ ഫ്രണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ശാന്തി ഉണ്ടാവുന്നു. കൂടെ ഉണ്ട്, എപ്പോൾ വേണോ അപ്പോൾ വരും, എങ്ങനെ വഴി കാണിക്കണോ വഴി കാണിക്കും. ഒന്നും ഭയപ്പെടേണ്ട. മഹാബലിയോട് പറഞ്ഞു, രക്ഷിഷ്യേ സർവതോഹം ത്വാം സാനുഗം സപരിച്ഛദം സദാ സന്നിഹിതം വീര തത്ര മാം ദ്രക്ഷ്യത്തെ ഭവാൻ. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാന് ശരണാഗതി ചെയ്യാണ്. എന്നിട്ടാണ് ഉദ്ധവർക്ക് ഭഗവാൻ ഏകാദശ ഉപദേശിച്ചത്. അതിൽ ദത്താത്രേയൻ, അവധൂതൻ യദുമഹാരാജാവിനോട് പറയുന്ന കാര്യങ്ങളാണ് ആരംഭത്തിൽ. അവധൂതൻ ആരാണ്? ജ്ഞാനിയാണ്, ജീവൻ മുക്തനാണ്. അറിയേണ്ടതൊക്കെ അറിഞ്ഞു കഴിഞ്ഞ ആള് ചെറിയ കുട്ടികളെ പോലെ ആവുന്നു എന്നാണ്. പാണ്ഡിത്യം നിർവിദ്യ ബാല്യേന തിഷ്ഠാസേത്. അറിയേണ്ടത് അറിഞ്ഞു, എന്നിട്ട് എന്ത് ചെയ്തു? ബാല്യേന തിഷ്ഠാസേത്, കൊച്ചു കുട്ടികളെ പോലെ ആയിത്തീർന്നു. ജ്ഞാനത്തിൻ്റെ ബലം കൊണ്ട് നിസ്സംഗനും ഞാൻ ഇന്ന വിധമൊക്കെ അറിഞ്ഞു എന്ന് പ്രഖ്യാപനമൊന്നും ഇല്ലാതെ പോവാന്നാണ്. അപ്രഖ്യാപയൻ ആത്മാനമഹം ഏവം വിധയിതി. അതാണ് ബാല്യം, ജ്ഞാനിയുടെ ബാല്യം അതാണ്. അങ്ങനെ സ്വതന്ത്രനായിട്ട് നിഷ്കളങ്കനായിട്ട് നിസ്സംഗനായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ഈ അവധൂതൻ. അങ്ങനെയുള്ള അവധൂതനെ കണ്ടിട്ടാണ് യദുമഹാരാജാവ് ചോദിക്കുന്നത്, എനിക്കും കൂടെ ഒന്ന് പറഞ്ഞു തരുമോ ഈ ആനന്ദ രഹസ്യം? എന്താണ് ഈ ആനന്ദത്തിൻ്റെ സീക്രട്ട് ഒന്ന് പറഞ്ഞു തരുമോ? ഇത്ര ശാന്തിയോടെ ഇരിക്കണം. എല്ലാവരുടെ നടുക്കാണ് ഇരിക്കണത്, ജനമധ്യത്തിലാണ് ഇരിക്കണത്. പക്ഷെ കാട്ടിൽ തീ പിടിക്കുമ്പോൾ ആന വെള്ളത്തിലിറങ്ങി നിൽക്കും അത്രേ. അതുപോലെ എല്ലാവരുടെ നടുക്കും ഇരുന്നു കൊണ്ട്, ലൗകികത്തിൻ്റെ നടുക്കിരുന്നു കൊണ്ട് നിസ്സംഗനായി അതിശീതളമായ ഭാവത്തോടെ അവിടുന്ന് ഇരിക്കുന്നുവല്ലോ. ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് പറഞ്ഞു തരുമോ? ത്വം ഹിനഃ പൃച്ഛതാം ബ്രഹ്മൻ ബ്രൂഹി ആനന്ദകാരണം. ബ്രഹ്മൻ ആത്മനി ആനന്ദകാരണം ബ്രൂഹി.
സ്പർശവിഹീനസ്യ, അതാണ് ലക്ഷണം. എങ്ങനെ കണ്ടു മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അസ്പർശയോഗി എന്നാണ്. എല്ലാത്തിനും നടുക്കിരിക്കണു, സ്പർശമില്ല, ടച്ച്ലെസ്സാണ്. അസംഗോഹി അയം പുരുഷ എന്ന് ശ്രുതി പറഞ്ഞു. എല്ലാത്തിനും നടുക്കിരുന്ന അസംഗനാണ് ഈ പുരുഷൻ. ആത്മാവിന് സ്വഭാവസിദ്ധമായ അസംഗത്വമാണ്, നിസ്സംഗതയാണ്. ആ നിസ്സംഗതയെ അറിഞ്ഞ് നിസ്സംഗമായിട്ടിരിക്കുകയാണ് ജീവൻ മുക്തൻ. അസ്പർശയോഗോ വൈനാമ സർവസത്വസുഖാവഹ. ഗൗഡപാദാചാര്യർ പറഞ്ഞു സർവസത്വസുഖാവഹമായ യോഗം. ആ യോഗത്തിനെ കണ്ടിട്ടാണ് രാജാവിനും ഇതൊക്കെ അറിയാം. അതുകൊണ്ടാണ് രാജാവ് ചോദിക്കുന്നത്, ഇതെങ്ങനെ സാധിക്കും? ന കർത്താ നേഹസേ കിഞ്ചിത്, ഒന്നും ചെയ്യണില്ല, പ്രവൃത്തികളുടെ നടുകിലിരിക്കുന്നു, ശാന്തനായിട്ടിരിക്കുന്നു. അപ്പോഴാണ് ഈ അവധൂതൻ തൻ്റെ അനുഭൂതിയെ എങ്ങനെ സംരക്ഷിച്ചു, എങ്ങനെ സമ്പുഷ്ടമാക്കി ഒക്കെ പറയണത്. ജ്ഞാനം എന്താണ്? ആത്മദർശനമാണ് ജ്ഞാനം. ഞാൻ ശരീരമല്ല, പിന്നെ ഈ ഞാൻ എന്താണ് എന്ന് ഓർത്ത് ഞാൻ എന്ന ശുദ്ധ ചൈതന്യത്തിനെ സുവ്യക്തമായി അറിയണതാണ് ജ്ഞാനത്തിൻ്റെ ലക്ഷണം, യോഗത്തിൻ്റെ ലക്ഷണം. അത് അറിഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ അതിനു മുമ്പും ഇയാൾക്ക് കുറേ സാധനങ്ങളുണ്ട്. അറിഞ്ഞു കഴിഞ്ഞ സാധനമില്ല, പക്ഷേ അറിയുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ആവണം. പ്രീ റിക്വിസൈറ്റ്സൊക്കെ എന്താണെന്ന് വെച്ചാൽ വിവേകം ഉണ്ടാവണം, വൈരാഗ്യം ഉണ്ടാവണം, നിസ്സംഗത ഉണ്ടാവണം, ജീവിതത്തിൽ വരുന്ന ദുഃഖമൊക്കെ സഹിക്കാനുള്ള ശക്തി ഉണ്ടാവണം, തിദിക്ഷ, ഇതൊക്കെ ഉണ്ടാവണം. അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ പലരും കണ്ട് പഠിക്കണം. അത് ആത്മജ്ഞാനമല്ല, പക്ഷെ ആത്മജ്ഞാനം നല്ലവണ്ണം നിൽക്കണമെങ്കിൽ ഈ ലക്ഷണമൊക്കെ വേണം. ഇല്ലെങ്കിൽ ഒക്കെ അറിയും, പക്ഷെ എന്നാലും എന്നാണ്, അറിയും എന്നാലും ഉപാധിയൊന്നും വശപ്പെടില്ല, മനസ്സിന്ദ്രിയങ്ങൾ വശപ്പെടില്ല. അപ്പോൾ എത്ര കണ്ട് ഇതൊക്കെ ഒരാളിൽ പരിപക്വതയുണ്ടോ അത്ര കണ്ട് അയാളിൽ ആ ആനന്ദം കാണും. ശരീരം വഴങ്ങിയിട്ടുണ്ടാവും, ഇന്ദ്രിയങ്ങൾ വഴങ്ങിയിട്ടുണ്ടാവും, മനസ്സ് വഴങ്ങിയിട്ടുണ്ടാവും, ബുദ്ധി തെളിച്ചം വന്നിട്ടുണ്ടാവും. ഇതൊക്കെ എങ്ങനെ വന്നു എന്നാണ് ഈ അവധൂതൻ പറയണത്. പലരിൽ നിന്നും ഞാൻ പഠിച്ചു എന്നാണ്. ഭൂമിയിൽ നിന്നും ക്ഷമ പഠിച്ചു, അഗ്നിയിൽ നിന്നും ചിലത് പഠിച്ചു, വെള്ളത്തിൽ നിന്നും ചിലത് പഠിച്ചു, വ്യവഹാരത്തിൽ പല കാര്യങ്ങളും പഠിച്ചു എന്നാണ്. സൂര്യൻ, ചന്ദ്രൻ, വായു എല്ലാവരിൽ നിന്നും പഠിച്ചു. ഇതൊക്കെ പഠിച്ച് പക്വമാക്കി ഇങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ ആനയെ കണ്ടു പഠിച്ചു, വണ്ടിനെ കണ്ടു പഠിച്ചു, മീന് കണ്ടുപഠിച്ചു. സ്കൂളും കോളേജൊന്നും വേണ്ടേ, പഠിക്കണവനെ എവിടെ വേണേലും കണ്ടുപഠിക്കാം, ആരെ കണ്ടാലും പഠിക്കാമെന്നാണ്. ഈ അവധൂതൻ ഇതാണ്, കണ്ട് പഠിച്ചുകൊണ്ടേ പോവാണ്, പലരിൽ നിന്നും പഠിച്ചുകൊണ്ട് പോവാണ്. സൂക്ഷിക്കണമെന്നാണ്. എന്താ പഠിച്ചത്? ഉത്തിഷ്ഠത. ആദ്യത്തെ പാഠം എന്താണെന്ന് വെച്ചാൽ തത്വജ്ഞാനം നേടിക്കൊള്ളുക. ഇതാണ് ഉത്തിഷ്ഠത. ജാഗ്രത, വീണുപോകരുത്, അതാണ് പഠിക്കുന്നത്. ഇവിടെ മുഴുവൻ ജാഗ്രതയാണ്. എങ്ങനെ ഈ ജ്ഞാനത്തിനെ സമ്പുഷ്ടമായി പുഷ്കലമായിട്ട് നിലനിർത്താം, അതാണ് ഭാഗവതത്തിൻ്റെ വാക്ക്. നഹി ഏകസ്മാത് ഗുരോഹോ ജ്ഞാനം സുസ്ഥിരം സ്യാത് സുദൃഢം സ്യാത് സുപുഷ്കലം. അത് പുഷ്കലം എന്ന് വെച്ചാൽ പൂർണ്ണമായി അതിൻ്റെ ഫലം അനുഭവിക്കണമെങ്കിൽ ഈ പല ലക്ഷണങ്ങളും ഇയാളിൽ വേണം. ഇതൊക്കെ പലരിൽ നിന്നും പല വിധത്തിലും പഠിച്ചു എന്ന് പറയാണ്. ഇങ്ങനെ പലതും പഠിച്ച് എല്ലാം ഒന്നും ഇപ്പം നമ്മൾ പറയണില്ല, നമുക്ക് അല്ലെങ്കിൽ തന്നെ സമയം ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ പല വട്ടം വിസ്താരമായിട്ട് പലതും പറഞ്ഞിട്ടുണ്ട്. ഒരു വേശ്യ പിങ്കളയെ കണ്ടു പഠിച്ചു. പുറമേ നിന്നും വരുന്നവരെയൊക്കെ അവൾ കണ്ടു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ വരും, അവസാനം വെറുത്തുപോയി. ആരൊക്കെയോ വരണു, ആരൊക്കെയോ പോണു, ഇവരാരും ശാശ്വതമല്ല, ഈ വരുന്നവരൊന്നും എനിക്ക് നിത്യസുഖമൊന്നും തരില്ല, അതുകൊണ്ട് എനിക്കൊരു പതി വേണം, ആ പതി നിരന്തര സുഖം എനിക്ക് തരണം, എന്നെ വിട്ടുപോകരുത്.
അങ്ങനെയൊക്കെ ഒരാളെ കിട്ടുമോ? ഒരു ഭർത്താവ് വേണം, ആ ഭർത്താവ് മരിക്കാനേ പാടില്ല, ആ ഭർത്താവ് എപ്പോഴും സുഖം തരണം. ഈ പിങ്കള പറയുന്നത് എനിക്ക് കിട്ടി എന്ന് പറയാം. സന്തം എവിടെ കിട്ടി? വളരെ അടുത്ത്. ഉപനിഷത്ത് എന്നാണ്, ഏറ്റവും അടുത്തിരിക്കണു. എവിടെ ഇരിക്കണം? എന്നിൽ തന്നെ, ഹൃദയത്തിലിരിക്കണു. സന്തം സമീപേ. ആരാ? രമണം. രമണൻ എന്ന് ഭഗവാൻ പേര്. രമണം രതിപ്രദം, ആനന്ദം തരുന്നവൻ. സന്തം സമീപേ രമണം രതിപ്രദം. വിത്തപ്രദം. വിത്തം എന്ന് വെച്ചാൽ ധനമാണ്. ഇവിടെ എന്താ വിത്തത്തിന് അർത്ഥം എന്ന് വെച്ചാൽ സംരക്ഷണപ്രദം, രക്ഷയാണ്. എന്താണെന്ന് വെച്ചാൽ അമൃതത്വം അവൻ്റെ സ്വരൂപമാണ്. വിത്തപ്രദം, നിത്യം, അവൻ ശാശ്വതനാണ്. അങ്ങനെയുള്ള ഈ ആത്മാവായിട്ടിരിക്കുന്ന രമണനെ വിട്ട് പുറമേ ഉള്ള ആളുകളുടെ പുറകെയൊക്കെ പോകുന്നു. അവരൊന്നും എൻ്റെ ആഗ്രഹം തീർക്കാൻ പോണില്ല. അവർ ദുഃഖം തരും, ഭയം ഉണ്ടാക്കും, ആധി ഉണ്ടാക്കും, ശോകം ഉണ്ടാക്കും. അവസാനം മോഹം വിട്ടുപോകില്ല. ഇനിയും വേണം, ഇനിയും വേണം തോന്നും. തുച്ഛം. ഇത്രയും കാലം ഇങ്ങനെയാണല്ലോ ജീവിതം വ്യർത്ഥമാക്കി കളഞ്ഞത്. അതുകൊണ്ട് ഞാനിതാ ഈ വിദേഹ നഗരത്തിൽ ഞാൻ മാത്രം ഇങ്ങനെ ഇരിക്കണം. ഇനി മേലാൽ ഞാനിതാ എന്നെ തന്നെ അങ്ങോട്ട് ഭഗവാന് നൽകിയിട്ട് ഭഗവാനെ അങ്ങോട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വലിയ സുഹൃത്താണ് ഭഗവാൻ. സുഹൃത്ത് പ്രേഷ്ഠതമോ. ആരാ? ആത്മാ. ഈ ആത്മാവുള്ളിലുണ്ട്. ആ ആത്മാവിനെ അറിഞ്ഞ് സന്തുഷ്ട ശ്രദ്ധതത്യേതത് യഥാലാഭേന ജീവതി വിഹരാമി അമുനൈവാഹം ആത്മനാരമണേന വൈ. ആത്മാവാകുന്ന രമണനോടുകൂടെ ഞാനിതാ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുകയാണ്. ആത്മൈവ ഹ്യാത്മനോ ഗോപ്ത. ആത്മാവ് തന്നെ രക്ഷകൻ. ബാക്കിയുള്ളത് നോക്കി എനിക്ക് നിർവേദം വൈരാഗ്യം വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പിങ്കള പറഞ്ഞു. ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം യഥാ സഞ്ചിന്യ കാന്താശാം സുഖം സുഷ്വാപ പിങ്കള. നോക്കൂ, പലരും പറയാറുണ്ട് രാത്രി ഉറങ്ങുമ്പോഴാണ് ടെൻഷനും ഡിപ്രഷനും സ്ട്രെസ്സും ഒക്കെ. നേരം വെളിച്ചാവുമ്പോൾ അതൊക്കെ ഇങ്ങനെ ആ വേദനയോടെ എഴുന്നേക്കുക എന്ന് പറയും. രാത്രിയാണ് ഇതൊക്കെ പരിഭാഗം ചെയ്യേ. അപ്പോൾ നമ്മളുടെ മനസ്സ് സ്വസ്ഥമാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ സുഖമായിട്ട് ഉറങ്ങുക. ഒരു വിഷമല്ല എന്നാണ്, കിടന്നാൽ അങ്ങോട്ട് ഉറങ്ങും. ബ്രാഹ്മണന് ലക്ഷണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഭീഷ്മർ മഹാഭാരത്ത് പറഞ്ഞു സുഖമായി ഉറങ്ങണ ആളെന്ന് തോന്നും. എവിടെ കിടന്നാലും ഉറങ്ങും അത്രേ. അങ്ങനെയാണെങ്കിലാണ് അയാൾ ബ്രാഹ്മണൻ എന്നാണ്. ജ്ഞാനിക്ക് പേരാണ് ബ്രാഹ്മണനെ. എവിടെയെങ്കിലുമൊക്കെ ഏനക്കേനച്ചിത് ആച്ഛന്ന, എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ഏനക്കേനച്ചിത് ആശിത, കിട്ടിയത് അങ്ങോട്ട് വിശപ്പിന് ഭക്ഷണം കഴിച്ചു. എത്ര ക്വചന ശായീസ്യ, അതോടത്ത് തലയ്ക്ക് കൈവച്ച് കിടക്കും. തം ദേവാഹ ബ്രാഹ്മണം വിദുഹു. ദേവന്മാർ അയാളെ ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നു എന്നാണ്. അത് കിടന്ന് ഉറങ്ങി, സുഖമായിട്ട് ഉറങ്ങിന്നാണ്. ഒരു വിഷമല്ല എന്നാണ്. വേണ്ടത് എന്താ അയാൾക്കറിയാം, സ്വസ്ഥമാണ്. അതുകൊണ്ട് ആ ഹെൽത്തും നന്നായിരിക്കും. അപ്പോൾ ഇവിടെ ഇത്രയും പറഞ്ഞിട്ട് ഈ അവധൂതൻ അപ്പം തീരുമാനിച്ചു, ഇതുപോലെയാണ് വേണ്ടത്. യാതൊന്നും നമ്മളുടെ കയ്യിൽ വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സ്വതന്ത്രമായിട്ടിരിക്കാം. അത് ഒരു പാഠം പഠിച്ചു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ നോക്കി പോവാം. പോകുമ്പോൾ ആകാശത്തിൽ ഈ പരുന്ത് ഇങ്ങനെ പറക്കുന്നുണ്ട്. ആ പരുന്തിനെ കുറേ കാക്കകൾ പുറകെ പിന്നാലെ ചെന്ന് കൊത്തി 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 ഉപദ്രവിക്കുന്നു. ഈ പരുന്ത് തെങ്ങിൽ കയറിയിരുന്ന കാക്കകൾ പുറകെ വന്നു, മാവിൽ കയറിയിരുന്ന കാക്കകൾ ഓടിച്ചു, ഗോപുരത്തിലിരുന്നാൽ അവിടെ ചെന്നു. അവസാനം നോക്കിയപ്പോൾ ഈ പരുന്ത് എന്തോ ഒന്ന് ചോട്ടിലിട്ടു. അപ്പോൾ ഈ കാക്കകളൊക്കെ അതിൻ്റെ കൂടെ അങ്ങോട്ട് പോയി. ഇത്രയേ ഉള്ളൂ സീന്. ഈ അവധൂതൻ നോക്കുകയാണ്, ഓ പരുന്തിൻ്റെ കയ്യിൽ ഒരു കഷ്ണം മാംസം ഉണ്ടായിരുന്നു. ആ മാംസത്തിന് വേണ്ടിയാണ് ഈ കാക്കകൾ ഈ പരുന്തിനെ മൊത്തത്തിൽ ഓടിച്ച് പിന്നാലെ ചെന്ന് കൊത്തുന്നത്. ആ മാംസത്തിനെ അങ്ങോട്ട് വിട്ടതോടുകൂടെ കാക്കകളും പോയി. ഇതുപോലെ മനുഷ്യനും പരിഗ്രഹം കയ്യിലുണ്ടെങ്കിൽ ദുഃഖം പുറകെ വന്നുകൊണ്ടേയിരിക്കും. ഒന്നും തൻ്റേതായിട്ടില്ലെങ്കിൽ സ്വതന്ത്രമാണ്.
പരിഗ്രഹോ ഹി ദുഃഖായ യദ്യത് പ്രിയതമം നൃണാം. എവിടെ നമുക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ടോ, ആസക്തി ഉണ്ടോ, അതൊക്കെ നമ്മുടെ പരിഗ്രഹമാണ്. ഇവിടെ ടീക്കാകാരൻ ശ്രീധരാചാര്യർ പറഞ്ഞു, ഒന്നുമില്ലാതിരിക്കുക എന്ന് വെച്ചാൽ ന ദരിദ്രഹ എന്ന് വെച്ചാൽ ദരിദ്രൻ സുഖമായിട്ടിരിക്കുമോ? അയാൾക്ക് ഒന്നും കിട്ടാത്തതാണ്, അയാൾ വിട്ടതൊന്നുമല്ല, അയാൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അയാൾ കിട്ടിയാൽ, തിരുവണ്ണാമലയിൽ ഒരുപാട് ഭിക്ഷുക്കളുണ്ട് മല ചുറ്റുന്ന വഴിയിൽ. അവിടെ ഒരു സ്വാമി എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ പിച്ചക്കാരൻ, സന്യാസികൾ, അവർ ജ്ഞാനികളുണ്ടാവും, യോഗികളുണ്ടാവും, വെറുതെ വേഷം കെട്ടുന്നവരുണ്ടാവും, പലരും ഉണ്ടാവും. അതിലൊരാൾ നിരന്തരം നാമം എഴുതിക്കൊണ്ടേയിരിക്കും നോട്ട് ബുക്കിൽ. അപ്പോൾ നമുക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇയാൾ എപ്പോഴും ഈ നാമം എഴുതിക്കൊണ്ടേയിരിക്കും. ഒരു ദിവസം നമുക്ക് അറിയണ ഒരാൾ അയാളോട് ചോദിച്ചു, എന്തിനാ സ്വാമി ഇങ്ങനെ നാമം എഴുതണതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, എൻ്റെ ഗുരു പറഞ്ഞിട്ടുണ്ട്, നീ എത്രയോ എഴുതി കഴിഞ്ഞാൽ നീ വലിയ പണക്കാരനാവും. എത്രയോ എഴുതി കഴിഞ്ഞാൽ പറഞ്ഞ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അതാണ്. എന്തായാലും ഏത് വിധത്തിലാണെങ്കിലും ഭഗവത് നാമം എഴുതുന്നത് ഫലിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തോ കിട്ടാൻ പോകണം. അപ്പോൾ ഭിക്ഷുവായത് ദരിദ്രനായതുകൊണ്ട് അയാളുടെ മനസ്സ് സന്തോഷമായിട്ടിരിക്കുന്നു പറയാൻ വയ്യ. എപ്പോഴാണ് ഞാനൊരു കാറ് വാങ്ങിക്കാം, എപ്പോഴാണ് ഞാനൊരു വലിയ വീട് കെട്ടുക എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ പരിഗ്രഹോ ഹി ദുഃഖായ, മാനസികമായ പരിഗ്രഹങ്ങളുണ്ടല്ലോ, പല വിഷയങ്ങൾ, ആശയങ്ങളെല്ലാം പിടിച്ചു വച്ചിരിക്കുന്നു. അതൊക്കെ വിട്ട് സ്വതന്ത്രമായി, ഒന്നിനോടും ആസക്തിയില്ല, അങ്ങനെയുള്ളവൻ അനന്തം സുഖമാപ്നോതി, അനന്തമായ സുഖം അയാൾക്കുണ്ട്. പ്ലസ് അതിലൊന്നുകൂടെ ഉണ്ട്, വിദ്വാൻ, അയാൾ ആത്മതത്വം അറിയുന്നവനാണ്, അല്ലാതെ ചുമ്മാ എല്ലാം വിട്ടവനല്ല. ആത്മതത്വം അറിയുന്ന വിദ്വാൻ യസ്തു അകിഞ്ചന, ഒന്നും തൻ്റേതായിട്ടില്ലാത്തതായ ആത്മതത്വനിശ്ചയം വന്ന വിദ്വാൻ പരമസൗഖ്യമായിട്ട് ഇരിക്കുന്നു. സാമിഷം കുരരം ജഗ്നുഹു ബലിനോ യേ നിരാമിഷാഹ തദാമിഷം പരിത്യജ്യ സസുഖം സമവിന്ദത. ഇതാണ് ഇങ്ങനെ ചിന്തിച്ച് അവധൂതൻ പോകുമ്പോൾ ഒരു കൊച്ചുകുട്ടി ഇങ്ങനെ സ്വതന്ത്രമായിട്ട് ഓടിക്കളിക്കുന്നു, കൃഷ്ണനെ പോലെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ആ കുട്ടിയെ കണ്ടപ്പോൾ വിചാരിച്ചു, എത്ര സ്വാതന്ത്ര്യം, ഫ്രീ ആണ്, ഒന്നിനും ചിന്തയില്ല. അപ്പോൾ അവധൂതൻ തന്നെക്കുറിച്ച് തന്നെ പറയാം, ഞാനും ഇപ്പം അതുപോലെ തന്നെയാണെന്നാണ്. നമേ മാനാവമാനൗസ്തഹ ന ചിന്താ ഗേഹപുത്രിണാം ആത്മക്രീഡ ആത്മരതി വിചരാമീഹ ബാലവത്ത്. എനിക്ക് മാനമോ അപമാനമോ ഇല്ല, വീടിനെക്കുറിച്ചോ കുടുംബത്തിനെക്കുറിച്ചോ ഒന്നും ചിന്തയില്ല, ഞാൻ സ്വതന്ത്രനാണ്, ശാന്തനാണ്, ഈ കൊച്ചുകുട്ടിയെ പോലെ ഞാനിതാ സഞ്ചരിക്കുന്നു. വിചരാമീഹ ബാലവത്ത്. രണ്ടാളെ സൗഖ്യമായിട്ടിരിക്കുള്ളൂ എന്നാണ്. ദ്വാവേവ ചിന്തയാ മുക്തൗ പരമാനന്ദ ആപ്ലുതൗ യോ വിമുഗ്ധോ ജഡോ ബാലഃ യോ ഗുണേഭ്യ പരം ഗതഃ. രണ്ടാൾ സുഖമായിട്ടിരിക്കും. ആരാന്ന് വെച്ചാൽ, ഒന്ന് മെൻ്റലി റിട്ടാർഡഡ്, ഒന്നിനെക്കുറിച്ച് ചിന്തയില്ല, ഒക്കെ എല്ലാ ഓർമ്മയും പോയി. മകനെ കണ്ട ആരാന്ന് ചോദിക്കും. ഒരു വിദ്വാൻ, അദ്ദേഹം വലിയ പുസ്തകമൊക്കെ എഴുതി, അദ്ദേഹത്തിൻ്റെ പുസ്തകം കൊടുത്തിട്ട് വായിക്കാനൊക്കെ ഓർമ്മയുണ്ട്, ചില പ്രത്യേക ഓർമ്മകളുണ്ട്. എന്നിട്ട് ചോദിക്കുക, ഇത് ആരാ എഴുതിയെന്ന്. അദ്ദേഹം എഴുതിയ പുസ്തകം തന്നെ, ഇതാരാ എഴുതിയതെന്ന് ചോദിക്കുക, ഓർമ്മയില്ല, ഒക്കെ പോയി. താൻ എഴുതിയത് തന്നെ തനിക്ക് ഓർമ്മയൊന്നുമില്ല. അപ്പോൾ യോ വിമുക്ത എന്നാൽ സന്തോഷമായിട്ടിരിക്കും. ചിലപ്പോൾ അങ്ങനെയാണ്, ചിലപ്പോൾ ചില സൂക്കേടുകളൊക്കെ പോലും പോവും. ഇവിടെ ഉണ്ടോയെന്നറിയില്ല, ഒരാൾ നമുക്കറിയണ ഒരു ഭക്തനാണ്, അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കാര്യം പറഞ്ഞു. അദ്ദേഹം മുമ്പ് നല്ല ഡയബറ്റീസ്, ഷുഗറായിരുന്നു, 200-300 ഷുഗറായിരുന്നു. ഓർമ്മ പോയതോടുകൂടെ ഈ നല്ല ജിലേബിക്ക് പഞ്ചസാരയിൽ തൊട്ട് കഴിച്ചാലും ഷുഗർ ഇല്ല എന്നാണ് പറയണം. അങ്ങനത്തെ കഥകളുണ്ട്, കുറേ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ സൈക്കോളജിക്കൽ ഷുഗറാണ്, ഡയബറ്റീസാണ്. ചിലപ്പോൾ അങ്ങനെയൊക്കെ വിചിത്രമായിട്ട് കാണും. ചിലപ്പോൾ ശരീരത്തിൻ്റെ സൂക്കേടടക്കം ഓർമ്മ പോയി, ഒക്കെ പോയി പളിച്ചതായി. ചിന്തയും ടെൻഷനൊന്നുമില്ല, ആരോഗ്യത്തിന് നല്ലതെന്നാണ്. അപ്പോൾ യോ വിമുഗ്ധോ ജഡോ ബാലഃ
ഇനിയിപ്പോൾ അങ്ങനെ ആവണമെന്ന് ആരും പ്രാർത്ഥിക്കില്ലല്ലോ. ആവോ? അങ്ങനെയൊക്കെ ആണെങ്കിൽ സ്വാമി ഭഗവാനെ ഗുരുവായൂരപ്പ എനിക്ക് ഓർമ്മ പോണേന്ന് ആരും പ്രാർത്ഥിക്കണ്ട. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, ഗുണേഭ്യ പരം ഗത. ഈ നടുക്കുള്ള ആളുകളുടെ കാര്യമൊക്കെ കഷ്ടമാണ്. ഇല്ലത്തുനിന്ന് വിട്ടു അമ്മ തൊട്ട് എത്തിയില്ല എന്ന് പറയില്ലേ മലയാളത്തിൽ, അതുപോലെയുള്ളവരുടെ കാര്യമൊക്കെ കഷ്ടമാണ്. ഒന്നിൽ ഈ തലയ്ക്ക് നിൽക്കണോ അല്ലെങ്കിൽ ആ തലയ്ക്ക് നിൽക്കണം. നടുവിൽ ബുദ്ധിമുട്ടാണെന്നാണ്. ക്ലിശ്യത്തി അന്തരിതോ ജനഃ, നടുവിലുള്ള ആൾ കഷ്ടപ്പെടും. അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകണം, ഇനി പരമഭക്തിയുടെ തലത്തിലേക്ക് പോകണം, ഭഗവത് പ്രാപ്തി ശരണാഗതി ചെയ്യണം, വേറെ വഴിയില്ല. അതുകൊണ്ട് ഈ സാധകൻ, അധ്യാത്മസാധകൻ ഏകാക്കിയായി ചരിക്കണമെന്ന് പറഞ്ഞു. ഒരു ചെറിയ സീനാണ്, അതൊന്നും ഇപ്പോൾ വിസ്തരിക്കണില്ല. ഒരു പെൺകുട്ടി കയ്യിലുള്ള വളകളൊക്കെ അഴിച്ച് 2 കയ്യിൽ ഈ 2 വളയായപ്പോഴും ശബ്ദം ഉണ്ടായി. ഒരുപാട് ശബ്ദം ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ അഴിച്ചതാണ്. ഓരോ വളയായപ്പോൾ ശബ്ദമില്ല. ഇതെന്തൊരു സീനാണ്, ഒന്നുമില്ല അല്ലേ? നമ്മൾ പലപ്പോഴും കാണുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അത് കണ്ടത് ഈ അവധൂതൻ പറഞ്ഞു, ഇതാണ് ഏകാക്കി അനികേത സ്യാത്, ഏകചാരി അനികേത സ്യാത്. തനിച്ചിരിക്കണം. ഏകയേവ ചരേത് തസ്മാത് കുമാരിയായിവ കങ്കണ. 2 പേരാണെങ്കിൽ വർത്തമാനം പറയും, 3 പേരാണെങ്കിൽ ശണ്ട കൂടും. അതാണ് വാസേ ബഹൂനാം കലഹ ദ്വയോർ വാർത്ത ഏകയേവ. അതുകൊണ്ട് തനിച്ചിരിക്കാം. ഭഗവത് ധ്യാനത്തിന് ഏകാന്തതയാണ് നല്ലത്. തനിച്ച് സഞ്ചരിക്കാം, തനിച്ച് ധ്യാനിക്കാം. അതുകൊണ്ട് തനിച്ച് നടക്കണം, മനസ്സിനെയും ഏകത്തിൽ നിർത്തണം. ഏകത്ര സംയുജ്യാത്, മനസ്സിനെ ഒന്നിൽ ഏകത്തിൽ നിർത്തുക. അതെങ്ങനെ സാധിക്കും? ജിതശ്വാസോ ജിതാസന. ഒരിടത്ത് ഏകാന്തമായി ചെന്നിരുന്ന് പ്രാണനെ ജയിക്കണം, ആത്മാവിൽ നിഷ്ഠ സമ്പാദിക്കണം, ആസനജയം സമ്പാദിക്കണം. അതിനോടൊപ്പം വൈരാഗ്യവും നിത്യനിരന്തര ദീർഘകാല നൈരന്തര്യ അഭ്യാസവും വേണം. ഇങ്ങനെ അതന്ത്രിത, ഒരു മടി കൂടാതെ ഹൃദയത്തിൽ ആ സത്യനിഷ്ഠ സമ്പാദിച്ചെടുക്കണം. എവിടെയാ ഇരിക്കേണ്ടത്? ആത്മാവിൽ. ആത്മാവിലെന്ന് വെച്ചാലോ ചൈതന്യത്തിൽ, സത്തയിൽ, തൻ്റെ സ്വരൂപത്തിൽ. യസ്മിൻ മനോ ലബ്ധപദം യദേതത് ശനൈശനൈഹി മുഞ്ചതി കർമ്മരേണൂന്. ഏതൊരു അധിഷ്ഠാനത്തിലിരിക്കുമ്പോഴാണോ ഞാൻ കർത്താവാണ് ഭോക്താവാണെന്ന് തോന്നാത്തത്, വാസനകളൊക്കെ പോകുന്നത്, സത്വഗുണം അഭിവൃദ്ധിയാകും തോറും അങ്ങനെ വാസനകളും കർത്തൃത്വവുമൊക്കെ വിട്ട് നിർവാണ സുഖത്തിനെ അനുഭവിക്കും. അതറിഞ്ഞു കഴിഞ്ഞവൻ ഈ അസ്ത്രമുണ്ടാക്കുന്ന, അമ്പുണ്ടാക്കുന്ന ആൾ, വലിയ ബഹളം നടക്കുക, രാജാവിൻ്റെ ആളുകൾ പോവുക, അതുപോലും അറിയാതെ അമ്പ് ഇങ്ങനെ മൂർച്ചപ്പെടുത്തിക്കൊണ്ടിരുന്നു അത്രേ. അത് കണ്ട അവധൂതൻ ഇത്ര ഏകാഗ്രത വേണം. നമുക്ക് കാണാം. ചിലപ്പോൾ നോക്കൂ, ഈ 4 കൂടുന്ന കവലയിലൊക്കെ പോയി നിന്നാലേ, ഇപ്പോഴൊന്നും, മുമ്പ് ധാരാളം കണ്ടിട്ടുണ്ട്. ഈ ആളുകൾ വരും, വർത്തമാനം പറയും, ബസ്സും കാറും അങ്ങോട്ട് പോകും. ഈ ചായക്കടക്കാരെ കണ്ടിട്ടു, അതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ അടുത്ത് വർത്തമാനം പറഞ്ഞിട്ട് അത് ഇങ്ങനെ നേരെ ഇങ്ങോട്ട് കൊണ്ടുപോകും. വർത്തമാനം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. ക്ലീനായിട്ട് അതിങ്ങോട്ട് ഈ പാത്രത്തിലേക്കും ഈ പാത്രത്തിൽ നിന്ന് ഈ പാത്രത്തിലേക്ക് വീഴും. ഇതെങ്ങനെ സാധിച്ചെടുത്തു? അഭ്യാസേനത്ത് കൗന്തെയാണ്. ഇയാൾ ആ ചായ അങ്ങനെ ആറ്റിയെടുക്കുന്നതിൻ്റെ കൂടെ വർത്തമാനം പറഞ്ഞ് ഈ ബഹളമൊക്കെ ചുറ്റും നടക്കുമ്പോഴൊന്നുമില്ല അല്ലേ? ഇതുപോലെ ഒരാൾക്ക് അഭ്യാസം കൊണ്ട് തന്നിൽ നിന്നുകൊണ്ട് മറ്റൊരു ദൃഷ്ടാന്തം പറയുന്നത് ഈ കുമ്പാട്ടം. നമ്മളിവിടെ കുമ്പാട്ടം എന്ന് പറയും, തമിഴ്നാട്ടിൽ കരകാട്ടം എന്ന് പറയും. തലയിൽ കുംഭം വെച്ചുകൊണ്ട് പാട്ടിനനുസരിച്ച് കളിക്കും. പാട്ടിൻ്റെ അർത്ഥത്തിനനുസരിച്ച് മുദ്രകളൊക്കെ കാണിച്ചുകൊണ്ട് നടനം ചെയ്യും. അത് ചെയ്യുമ്പോഴും അവരുടെ ശ്രദ്ധ തലയിലുള്ള കുംഭത്തിലായിരിക്കും. ഈ കുംഭം വീഴാതിരിക്കാൻ അവർ അഭ്യാസ പാഠവം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഈ അറിഞ്ഞവൻ പുങ്കാനുപുങ്ക വിഷയേക്ഷണ തത്പരോപി ബ്രഹ്മാവലോകധിഷണാം ന ജഹാതി യോഗി സംഗീതതാള ലയ നൃത്യ വശം ഗതാപി മൗലിസ്ഥകുംഭ പരിരക്ഷണധീഹി നടീവ എന്നാണ്. തലയിലുള്ള കുംഭം വീഴാതെ നടിയിരിക്കും. അതുപോലെ ഈ വ്യവഹാരങ്ങളൊക്കെ ചെയ്യുമ്പോഴും സൂക്ഷിച്ചിരിക്കുകയാണ്. ജാഗ്രത എന്താ? മറന്നു കളയാതിരിക്കുക.
അതോടുകൂടെ പറഞ്ഞു, ഈ സത്യം അറിഞ്ഞിട്ട് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുക, തനിച്ച് സഞ്ചരിക്കുക, സ്വയമേവ ഒരു താമസിക്കാൻ വീടൊന്നും വേണ്ട കേട്ടോ എന്നാണ്. എന്നുവെച്ചാൽ അതിന് ടാക്സ് അടയ്ക്കണം, അതിനു വേണ്ടി പൈസ വേണം, ഈ ബുദ്ധിമുട്ടൊന്നും വേണ്ട. അതെങ്ങനെയാണ്? ഈ സർപ്പം നോക്കൂ, എലിയുടെ മാളത്ത് കയറി താമസിക്കുന്ന പോലെ ഇഷ്ടം പോലെ ആളുകൾ വീട് കെട്ടിയിട്ടുണ്ട്, ഇരുന്നോളൂ. തിരുവണ്ണാമലയിൽ അങ്ങനെയാണ്. പല ആളുകളും വന്നിട്ട് ഈ സ്ഥലം നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു, വീട് കെട്ടും. അവർ വരികയില്ല, കുറേ സന്യാസികളോ ഭിക്ഷുക്കളൊക്കെ അവിടെ പോയിരിക്കും. ഇവർ കെട്ടിയിടും. അവർക്ക് ഇരിക്കാനുള്ള യോഗമില്ല, ഇരിക്കാനുള്ള യോഗം വേറെ ആർക്കുമാണ്. അവർ സുഖമായിട്ട് അവിടെ പോയിരിക്കും. അതാണ് ഏകചാരി അനികേതസ്യാത് അപ്രമത്തോ ഗുഹാശയ അലക്ഷ്യമാണ് ആചാരൈഹി. മറ്റുള്ളവർക്കൊന്നും കാണിച്ചു കൊടുക്കേണ്ടതെന്നാണ്. നിങ്ങൾ സ്വതന്ത്രമായിട്ട് ഇങ്ങനെ പോയിക്കൊള്ളാം, അതാണ് ഏറ്റവും എളുപ്പം. മുനിഹി ഏകോ അല്പഭാഷണ, തനിച്ച് മറ്റുള്ളവരോട് വർത്തമാനത്തിനൊന്നും നിൽക്കേണ്ട, ആത്മധ്യാനത്തോടുകൂടെ ഇങ്ങനെ പലതും പഠിച്ച്, പലരിൽ നിന്നും പഠിച്ച്, തൻ്റെ തന്നെ ശരീരത്തിൽ നിന്നും കുറച്ച് പഠിച്ചു, ശരീരത്തിനെ തന്നെ ഗുരുവാക്കി പഠിച്ചു. ഈ ശരീരം നമുക്കുള്ളതല്ല. നായും കഴുകനും ഇവരൊക്കെ സീല് വെച്ചിട്ട് പോയിട്ടുണ്ട്. ചില മരമൊക്കെ ഗവൺമെൻറ് സീല് വെക്കില്ലേ, അതുപോലെ അവർക്കൊക്കെ പാരക്യമിത്യവസിത. അതുകൊണ്ട് ഈ ശരീരത്തിനോട് എനിക്ക് അഭിമാനമൊന്നുമില്ല. ഞാനിതാ ഈ ശരീരം തന്നെ എനിക്കൊരു ഗുരുവാണ്. അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യൻ ഇത്രയൊക്കെ പണിയെടുക്കുന്നത്. ഹി മേ ദേഹമോഹം ത്യജപവനപുരാധീശ യത് പ്രേമഹേതോ ഗേഹേ വിത്തേ കളത്രാദിഷു ച വിവശിതാഹം ത്വത്പദം വിസ്മരന്തി സോയം വന്നേഃ ശൃണോ വാ പരമിതപരതഃ സാമ്പ്രതം ചക്ഷികർണത്വജിഹ്വാദ്യാഃ വികർഷന്തി അവശം അത ഇതഃ കോപിനസ്ത്വത്പദാബ്ജേ. ഈ ദേഹമോഹത്തിൽ നിന്ന് എന്നെ രക്ഷിക്കൂ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭട്ടതിരി. ആ ദേഹവും നമുക്ക് എത്രയോ ജന്മങ്ങൾക്ക് ശേഷം കിട്ടിയിരിക്കുന്നു. അതിനെ ശരിക്കും ഗുരൂപസക്തി ചെയ്ത് ജ്ഞാനവിചാരം ചെയ്ത് മഹാലാഭമുണ്ടാക്കി തീർക്കണം. ഏവം സഞ്ജാത വൈരാഗ്യോ വിജ്ഞാനാലോക ആത്മനി വിചരാമി മഹീമേതാം മുക്തസംഗോ അനഹങ്കൃതി. ഇങ്ങനെ പലരിൽ നിന്നും പഠിച്ച് എന്ത് ലാഭമാണ് ഉണ്ടായതെന്ന് വെച്ചാൽ വൈരാഗ്യം ഉണ്ടായിരുന്നത്. ജ്ഞാനം പൊടുന്നനെ വരുന്നതാണ്, സദ്യോമുക്തിയാണ്. വൈരാഗ്യത്തിനാണ് പലരിൽ നിന്നും പഠിച്ചത്. ഏവം സഞ്ജാത വൈരാഗ്യ വിജ്ഞാനാലോക ആത്മനി. ജ്ഞാനമാകുന്ന വിളക്കുകൊണ്ട് ആത്മാവിനെ നോക്കി കണ്ട് ഇരുന്നു. വിചരാമി മഹീമേത. ഭൂമിയിൽ ഞാനിതാ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുന്നു. എങ്ങനെ? മുക്തസംഗ, ജീവൻ മുക്തനായി, സംഘമില്ലാതെ, അഹങ്കാരമില്ലാതെ. ഇത്തരത്തിലുള്ള ഒരു സ്ഥിതി ഒരാളിൽ നിന്ന് മാത്രം പഠിച്ചിട്ട് വരില്ല എന്നാണ്, പലരിൽ നിന്നും അറിയാണ്. നഹി ഏകസ്മാത് ഗുരോഹോ ജ്ഞാനം സുസ്ഥിരം സ്യാത് സുപുഷ്കലം ബ്രഹ്മൈതദ് അദ്വിതീയം വൈ ഗീയത്തെ ബഹുധർഷിഭിഹി എന്ന് പറഞ്ഞു. ഇങ്ങനെ ഏകാദശ സ്കന്ധത്തിൽ ഒരു അല്പഭാഗം, കുറച്ച് മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ. അല്പമെങ്കിലും നമുക്ക് കിട്ടിയാൽ തന്നെ ഭഗവാൻ പറഞ്ഞു സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോ ഭയാത്. നമ്മളുടെ ഉള്ളിലുള്ള ഭീതി നീങ്ങും, ശാന്തി ഉണ്ടാവും, ഭക്തി ഉണ്ടാവും. നമുക്ക് ഭഗവാൻ ഭഗവത് ഭക്തി തരട്ടെ, ദൈവീ സമ്പത്തുകളുടെ അഭിവൃദ്ധി തരട്ടെ. ജീവിതത്തിൽ 4 കാര്യമാണ് ലാഭം എന്ന് പറയാം. ആരോഗ്യം പരമോലാഭ, സന്തുഷ്ടി പരമം ധനം, വിശ്വാസ പരമോനാഥ, നിർവാണം പരമം സുഖം. ഇത് ശരിക്ക് ബുദ്ധൻ പറയുന്ന വാക്കാണത്. ധർമ്മപദത്തിൽ വരേണ്ടത്, അത് നമ്മുടെ സുഭാഷിതത്തിലൊക്കെ വരേണ്ടത്. ഏറ്റവും വലിയ ലാഭം ഈ ആരോഗ്യം ലാഭമാണെന്നാണ്. പോയി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഭഗവാന്റെ കൃപ. ആരോഗ്യം പരമോ ലാഭ. കിട്ടിയതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുക, അതാണ് ധനം. സന്തുഷ്ടി പരമം ധനം. വിശ്വാസ പരമോനാഥ. അലൗകികമായ വിഷയത്തിലും അധ്യാത്മ വിഷയത്തിലൊക്കെ ഒരു വിശ്വാസം വരുന്നുണ്ടല്ലോ, അത് തന്നെ നമുക്കൊരു ബലമാണ്.
നിർവാണം പരമം സുഖം. വലിയ സുഖമാണ് ഈ നിർവാണം എന്ന് വെച്ചാൽ ആത്മാനുഭൂതി, ജ്ഞാനം. ഇത്രയും നമുക്ക് ഭഗവാൻ തന്ന് ഭഗവത് ഭക്തിയെ, ശ്രദ്ധയെ നമുക്ക് സമ്പുഷ്ടമാക്കി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വള്ളിയൂർ ഭാഗവതഹംസം പരമഭാഗവതനായ ശങ്കരൻ തിരുമേനി, ശങ്കരൻ നമ്പൂതിരി തിരുമേനിയുടെ ഈ ജയന്തി സ്മരണ സന്ദർഭത്തിൽ നടക്കുന്ന ഈ ഭാഗവത മഹാസത്ര വേദിയിൽ ഈ 2 ദിവസം നമുക്ക് ഭഗവത് സ്മരണം ചെയ്യാനുള്ള ഒരു സന്ദർഭം ഉണ്ടായി. എല്ലാവർക്കും വീണ്ടും ഈ ശ്രവണം ചെയ്തവർക്കൊക്കെ ഹൃദയത്തിൽ ഭഗവത് പ്രാപ്തിക്ക് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഉദ്യമത്തിനായിട്ട് ഭക്തിയോടുകൂടെ പ്രവർത്തിക്കുന്ന വള്ളിയൂർ കുടുംബത്തിലുള്ള അംഗങ്ങളും ഇവിടെ വന്നിട്ടുള്ള മറ്റ് ഭാഗവതോത്തമന്മാരും വളരെ വളരെ വർഷങ്ങളായി ഭാഗവതത്തിൽ ഊറിയിരിക്കുന്ന വെൺമണി തിരുമേനി പോലെയുള്ളവരൊക്കെ ഉണ്ട് ഇവിടെ. അവരൊക്കെ ഭാഗവതം ശ്വാസപ്രശ്വാസം തന്നെ അവർക്ക് ഭാഗവതമാണ്. അങ്ങനെയുള്ള ഈ ഒരു സദസ്സിൽ ഈ ഇരുന്ന് കേൾക്കാനും മറ്റുമൊക്കെ നമുക്ക് ഭഗവാൻ ഒരു സന്ദർഭം ഉണ്ടാക്കി. ഇത് മേലും വരുന്ന വർഷങ്ങളിൽ വളരെ നല്ലവണ്ണം നടക്കട്ടെ. അതിനുള്ള ബലവും അതിനു വേണ്ട ആൾബലവും എല്ലാം ഭഗവാൻ അവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഹര നമഃ പാർവതീപതയേ. സർവത്ര